ബിസിനസ് ബോട്ടം വെൽത്ത്. ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോർഷനിൽ ഒരു പോർഷനാണ് ഈ പോർഷൻ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള, വളരെ സൂപ്പർ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട് ഇത് മാറാനായിട്ട് മൈക്രോ ആൻഡ് മാക്രോ വെൽത്ത്. നിങ്ങളുടെ ബിസിനസ്സിലെ ലൈഫിലോ ഉള്ള സീക്രട്ട് ആയിട്ടുള്ള വെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയാത്ത ചില ജാക്ക് പോട്ടുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിലുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യും, നിങ്ങളുടെ ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യും. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മൈൻഡ് ഷിഫ്റ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ വെൽത്തിനെ കുറിച്ചുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൈൻഡ് ഷിഫ്റ്റ് ഈ വീഡിയോയുടെ എൻഡോടുകൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ മുന്നോട്ട് നയിക്കാത്ത ബിലീഫുകൾ, ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ചില ബിലീഫുകളുണ്ട് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ബിലീഫുകൾ എന്തൊക്കെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ ബിലീഫുകൾ ഏതെങ്കിലും പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് നിങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഫൈനലി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ABC, പീപ്പിൾസ് വെൽത്ത്, ബിസിനസ് ബോട്ടം ലൈൻ വെൽത്ത്, ബിസിനസ് ടീം വെൽത്ത്, പ്രോസസ് വെൽത്ത്, വെൽത്ത് ഇൻ അൺപ്രൊഡക്ടിവിറ്റി, അതുപോലെ കുറേ എലമെന്റ് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാത്ത കുറേ വെൽത്തുകൾ ഇന്ന് നിങ്ങൾ കാണാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ നിങ്ങളൊരു വാല്യൂ ഡിറ്റക്ടറായി മാറണം. നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയല്ലേ. മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മെറ്റൽ എവിടെയുണ്ടോ അവിടെ നമ്മളെ സംബന്ധിച്ചോളം അട്രാക്റ്റീവ് ആണ്. കാന്ത് നമ്മുടെ മെറ്റലിനെ അട്രാക്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ നിങ്ങളെ സംബന്ധിച്ചോളം റഡാർ ഉണ്ട് അല്ലെ. നമ്മൾ പ്ലെയിനുകളോ മെറ്റൽ ഒബ്ജക്ട്സുകളോ ഇങ്ങനെ പോകുന്നുണ്ട്. റഡാർ ഒരു മെറ്റൽ ഡിറ്റക്ടറിന്റെ വലിയൊരു വേർഷനാണ് അല്ലെ. ഒരു വലിയൊരു മെറ്റൽ ഗോളം മുകളിലൂടെ പോകുന്നു, അതിന് നമ്മൾ ഡിറ്റക്റ്റീവ് ആണ്. ഇതുപോലെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വാല്യൂ ഡിറ്റക്ടറായി മാറണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് എങ്ങനെ മാറ്റാം എന്ന് നിങ്ങൾ ആലോചിക്കുക. ലൈഫിൽ എങ്ങനെ മാറ്റാം എന്ന് ആലോചിക്കുക, ബിസിനസ്സിൽ എങ്ങനെ മാറ്റാം എന്ന് ആലോചിക്കുക, ടീമിൽ എങ്ങനെ മാറ്റാം എന്ന് ആലോചിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ മാറ്റാം എന്ന് ആലോചിക്കുക, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വലിയൊരു കമ്പനി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ആദ്യമായിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈ സെൽഫ് ഇമേജ് ആണ്. എഴുതി വെക്കുക. ഇത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈ സെൽഫ് ഇമേജ് ആണ്. അതായത് നിങ്ങളെ കുറിച്ച് സ്വന്തമായിട്ടൊരു നല്ലൊരു അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് വേറൊരാൾ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആണ് ഫീൽ ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. അപ്പൊ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് നല്ല അഭിപ്രായമില്ല, ടീമിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. അപ്പൊ നാച്ചുറലി അതൊരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസിയായി മാറുവാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം പ്രവചിച്ചു വെച്ചേക്കുവാണ്. എങ്ങനെയാണ് പ്രവചിച്ചു വെച്ചേക്കുന്നത്? ജയിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ മിസ് ചെയ്ത് പോകുന്ന, പോസിബിളി എല്ലാ ആൾക്കാരും മിസ് ചെയ്ത് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈ സെൽഫ് ഇമേജ്. നിങ്ങളുടെ ഹൈ സെൽഫ് ഇമേജുമായിട്ട് കണക്ട് ചെയ്യുക. കാണുന്നുണ്ടോ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഹൈ സെൽഫ് ഇമേജ് ഉള്ള, ഫിയർലെസ് ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ 3 ബിലീഫ്സിലേക്ക് കയറാം. അതൊരു കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട് ലാസ്റ്റ് വരെ നിങ്ങൾ അറ്റൻഷൻ പേ ചെയ്തിരുന്നാൽ ഈ വീഡിയോ നിങ്ങളെ ലൈഫിനെ, നിങ്ങളുടെ ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കും. അങ്ങനെ ലാസ്റ്റ് വരെ ഇരിക്കാൻ പോകുന്ന ആൾക്കാരെ ഐ വിൽ എന്ന് ചാറ്റിലിടുക. അപ്പൊ സോ ദാറ്റ് എനിക്കറിയാം നിങ്ങളാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആള്, ബിസിനസിനെ കുറിച്ച്, ലൈഫിനെ കുറിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ റെഡിയുള്ള ആളെന്ന രീതിയിൽ. 3 വിശ്വാസങ്ങൾ. ചില ആൾക്കാർ വിശ്വസിക്കുവാണ് കുറെ പൈസ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയമൊന്നും കാണില്ല, ഭയങ്കര തിരക്കായിരിക്കും. നോക്കി, യൂസഫ് അലിക്കായ്ക്ക് ഒരു സമയവും ഇല്ല. കാരണം പുള്ളി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ്. സമയമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം വേണ്ടേ? ചില ആൾക്കാർ വിശ്വസിക്കുന്നതാണെന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് കുറേ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയമുണ്ടാവും, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഒരുപാട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും, ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല പൈസയെക്കുറിച്ച് ചിന്തിക്കാത്ത ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഞാനൊരു ഫ്രീ സ്പിരിറ്റായി, ഫ്രീ ബേർഡായി മാറും. എന്ത് ബ്യൂട്ടിഫുൾ ആണ് എന്ന് അവർ ചിന്തിക്കുവാണ്. ആരാണ് റിച്ച് ആകുന്നത്? പൈസ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ടൈമില്ലെന്ന് വിചാരിക്കുന്ന ആളാണോ? അതേ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ലൈഫ് സിഗ്നിഫിക്കൻ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് ബിലീവ് ചെയ്യുന്ന ആളാണ്. വിശ്വാസങ്ങളുടെ പ്രാധാന്യം കണ്ടോ? നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സ്ഥലത്തോട്ട് നോക്കിക്കുവാണ്. എന്താണ്? പൈസ ഉണ്ടായി കഴിഞ്ഞാൽ സമയം കാണിയല്ലോ, എന്നാ പിന്നെ പൈസ ഉണ്ടാക്കണ്ട കേട്ടോ, എനിക്ക് പൈസ വേണ്ട എന്ന് നമ്മൾ പറയുവാണ്. പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതം പ്ലഷറബിൾ ആണ്, ബ്യൂട്ടിഫുൾ ആണ്, സെലിബ്രേറ്റിംഗ് ആണ്, ഡീപ്പാണ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് മാറുവാണ്. 2 ഡിഫറെന്റ് ഡെസ്റ്റിനിയാണ് ഈ 2 ആൾക്കാർക്കും. രണ്ടാമത്തെ വിശ്വാസത്തിലേക്ക് കയറാം. രണ്ടാമത്തെ വിശ്വസിച്ചാൽ പൈസ ഉണ്ടെങ്കിൽ, പൈസ എന്ന് പറഞ്ഞാൽ ഈവിളാണ്. മണി ഈസ് റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, വായിച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, പൈസ എന്ന് പറഞ്ഞാൽ ഈവിളാണ്, തിന്മയാണ്.
അപ്പൊ തിന്മയുള്ള സാധനം നമ്മുടെ കൈ വെക്കരുത്. കബീർദാസ് പറഞ്ഞേക്കുന്നത് പൈസ കയ്യിൽ വെക്കരുത്, എടുത്ത് പുറത്തോട്ട് കളഞ്ഞോണം. വെള്ളത്തിൽ വെള്ളം കയറുന്ന പോലെയാണ് പൈസ. അതൊരു മെറ്റഫറുമാണ് നോക്കി കഴിഞ്ഞാൽ. വെള്ളം കയറുന്ന പോലെയാണ് പൈസ. അപ്പൊ പൈസ നിങ്ങൾ വെള്ളം കോരി കോരി കളഞ്ഞോണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകും. പൈസ എന്ന് പറഞ്ഞാൽ ഈവിളാണ്. അതാണ് ഒരാൾക്കാരുടെ ബിലീഫ്. മറ്റേ ആൾക്കാരുടെ ബിലീഫ് എന്താണ്? പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം തരുന്ന സാധനമാണ്. ഫ്രീഡമാണ്. മണി എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള സ്ഥലത്ത് ട്രാവൽ ചെയ്യാനും, ഇഷ്ടമുള്ള ആൾക്കാരോട് സമയം സ്പെൻഡ് ചെയ്യാനും, ഇഷ്ടമുള്ള ലീവിൽ ഈ പറഞ്ഞ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്, നമ്മൾ ലക്ഷറീസ് ആയിട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഉള്ള ഫ്രീഡമാണ് പൈസ. ഏതാണ് നിങ്ങളുടെ ബിലീഫ്? ഏത് ബിലീഫാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്? അതിനനുസരിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനി എനിക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? 3 വിശ്വാസങ്ങൾ ക്ലിയർ ആണോ? ഈ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കി ആരാണ് പൈസ ഉണ്ടാക്കുന്നത്? പൈസ ഉണ്ടാക്കുന്ന ബിലീഫുള്ള ആൾക്കാരാണ് പൈസ ഉണ്ടാക്കുന്നത്. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാണ്? അവരെ സംബന്ധിച്ചോളം അവര് അവിടെ തന്നെ നിൽക്കുവാണ്, താഴെ തന്നെ നിൽക്കുവാണ്, മൂവ് ചെയ്യാതെ. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാതെ? അവരെ സംബന്ധിച്ചോളം അവർ ഈ പുതിയ വിശ്വാസങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആരായി മാറുന്നു? ബേസിക്കലി നിങ്ങൾ ഈ പുതിയ വിശ്വാസങ്ങൾ അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ, പൈസ എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. പൈസ എന്ന് പറഞ്ഞാൽ, അല്ല പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് ഉണ്ടാകുക എന്നൊരു വിശ്വാസമാണെങ്കിൽ, അങ്ങനെയാണ് അതിന് സ്ട്രക്ചർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ജെഫ് ബെസോസിന്റെ എക്സാമ്പിൾ വെച്ചാൽ, ജെഫ് ബെസോസ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ്, പുള്ളിക്കാരൻ ബ്ലൂ ഒറിജിനിലേക്ക് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ആമസോണിൽ ഇരുന്ന സമയത്ത് പുള്ളി 3 മണിക്കൂർ വർക്ക് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. 3 മണിക്കൂർ. ലോകത്തിലെ ഏറ്റവും വലിയ $1 ട്രില്യൺ കമ്പനിയുടെ CEO ആണ്. 3 മണിക്കൂർ വർക്ക് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. 10 മണിയാകുമ്പോഴേ ഓഫീസിൽ എത്തുള്ളായിരുന്നു. മക്കളെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് അവരോട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ടാണ് പുള്ളിക്കാരൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ക്ലിയർ ആണോ? എന്താണ് പോസിബിൾ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വിശ്വാസത്തിന്റെ ഒരു കലവറ ഉണ്ടാക്കി വെക്കുക. അതായത് എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ജീവിതത്തിലെ, ഞാൻ ഈ പറഞ്ഞ വിശ്വാസങ്ങളല്ല, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഫൗണ്ടേഷനായി മാറിയ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്ത 5 വിശ്വാസങ്ങൾ. നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന 5 വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? ആ വിശ്വാസങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അത് ഹോംവർക്ക് ചെയ്യുക. അതും ഒരു അസറ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം നിങ്ങൾ ആ വിശ്വാസങ്ങളാണ് നിങ്ങളെ വളർത്തിയെന്നുണ്ടെങ്കിൽ ആ അസറ്റാണ് നിങ്ങളെ വളർത്തിയത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ വിശ്വാസങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുവാണെങ്കിൽ, നിങ്ങളൊരു പേസ് ഓഫ് പേപ്പറും പേന എടുത്തിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതി വെക്കുവാണ്, ഈ 5 വിശ്വാസങ്ങൾ, എന്നെ പ്രൊട്ടക്ട് ചെയ്ത 5 വിശ്വാസങ്ങൾ, എന്നെ വളർത്തുന്ന 5 വിശ്വാസങ്ങൾ. സ്പെസിഫിക്കലി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യുന്നത്, അത് നിങ്ങളുടെ തൊട്ട് ഫ്രണ്ട് സ്വർണം എത്തിയാൽ പോലും ആ സ്വർണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. ഓപ്പർച്യൂണിറ്റീസ് ഫ്രണ്ടിൽ വന്നാലും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി എടുക്കുകയില്ല. കാരണം നിങ്ങൾ ഫിയർഫുൾ ആണെങ്കിൽ നിങ്ങൾ എടുക്കുകയില്ല. നിങ്ങൾ അത് ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നില്ല, എടുക്കുകയില്ല. നിങ്ങൾ പൈസ ഈവിൾ ആണെന്നുണ്ടെങ്കിൽ എടുക്കുകയില്ല. ക്ലിയർ ആണോ? അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ പുതിയ വിശ്വാസങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ ഐ വിൽ അഡോപ്റ്റ് എന്ന് ചാറ്റ് ഇടുക. ഓക്കെ. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് അറ്റൻഷൻ പേ ചെയ്തിരിക്കുക. നിങ്ങളെ സംബന്ധിച്ചോളം ഭയത്തെ അതിജീവിക്കുന്നത് വലിയൊരു അസറ്റാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ എത്രയോ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിച്ച എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ഭയം കാരണം ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പൊ ഭയത്തെ അതിജീവിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം പേടിയാണ്. അങ്ങനെ പ്രശ്നം വന്നാലും, ഇങ്ങനെ പ്രശ്നം വന്നാലും എന്താണ്? ഒരു അമ്മയുടെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, വല്യമ്മയുടെ സൗണ്ടാണ് കേൾക്കുന്നത്, അയലോക്കംകാരത്തി ചേട്ടത്തിയുടെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പറഞ്ഞ പോലെ അയ്യോ അതൊന്നും ശരിയായില്ല കേട്ടോ, അതൊക്കെ പ്രശ്നമാവും കേട്ടോ എന്ന രീതിയിൽ. ഞാൻ ഈ പറഞ്ഞ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ ചങ്ങനാശ്ശേരി അടുത്തൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. ഞാൻ ഗവൺമെന്റ് സ്കൂളിലല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ സ്കൂളിൽ, ഞാൻ ഗവൺമെന്റ് സ്കൂളിന്റെ അവിടുത്തെ ഒരു പരിപാടിക്ക് പോയ കഴിഞ്ഞ സമയത്ത് 10ാം ക്ലാസ് പാസ്സാകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫെയർവെൽ പാട്ട് വെക്കുവാണ്. ആ പാർട്ടിക്കകത്ത് വലിയൊരു പാട്ട് വെച്ചേക്കുക. മറ്റൊരു സീതയെക്കാട്ടിലെ, അതല്ല, ആ പാട്ടല്ല, വേറൊരു പാട്ട്. ഇതാണ് പാട്ട്. അതായത് എത്താത്ത ചില്ലകളിൽ ഒന്നും തന്നെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കരുത്. ഈ സൗണ്ട് എൻ്റെ തലയിൽ നിന്നു. എന്നെ സംബന്ധിച്ചാൽ ഞാൻ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മറ്റോ ആണ് ആ സമയത്ത് പഠിക്കുന്നത്. ആ സമയത്ത് എത്താത്ത ചില്ലകളിൽ ഒന്നും തന്നെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ. അപ്പൊ എത്താത്ത ചില്ലകളിൽ എത്തിപ്പിടിക്കാൻ നോക്കിയാൽ എന്താണ്? ചില്ല ഒടിഞ്ഞു പോലും താഴോട്ട് പോരും. ക്ലിയർ ആണോ? അപ്പൊ നാച്ചുറലി നിനക്ക്, അതായത് ടീച്ചർമാര് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നതും എന്താണ്? നിങ്ങളെ സംബന്ധിച്ചോളം വലിയ സ്വപ്നമൊന്നും കാണരുത് കേട്ടോ. വലിയ സ്വപ്നമൊന്നും കാണരുത്. നമുക്ക് ജീവിച്ചു പോയാൽ പോരെ. ഇതാണ് ഇന്ത്യക്കാരന്റെ ആവറേജ് ആയിട്ടുള്ള ഇന്ത്യക്കാരന്റെ ലോകം മുഴുവനുള്ള അവസ്ഥ. അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും ഇന്ത്യക്കാരൻ എന്താ ചെയ്യുന്നത്? നമുക്ക് ജോലിയൊക്കെ കിട്ടി നമുക്ക് സ്റ്റേബിൾ ആയിട്ടിരിക്കണം കേട്ടോ. സ്റ്റെബിലിറ്റി നമ്മൾ കളയരുത്. ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചുള്ള സ്റ്റെബിലിറ്റി കളയരുത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് അങ്ങ് ഓക്കെ ആയിട്ട് അങ്ങ് പോയേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് അങ്ങ് നടന്നു പോക്കോളും.
അങ്ങനെ പോയാൽ മതി. ഇതൊരു ഒരുപാട് പൈസയൊക്കെ വന്നാൽ എങ്ങനെയാ ശരിയാണ്? ഇതാണ് നമ്മൾ ട്രഡീഷൻ ആഫ്റ്റർ ട്രഡീഷൻ ആഫ്റ്റർ ട്രഡീഷൻ. എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള 3 കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ചാനലിൽ നിന്നുണ്ടാകുന്ന എൻറ്റയർ ആയിട്ടുള്ള ഇൻകം ഞാൻ നിങ്ങൾക്ക് തരുവാണ്. അതായത് ഈ ചാനൽ നമ്മൾ യൂട്യൂബിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ ഇൻകം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തന്നെ ഞാൻ തിരിച്ചു തരുവാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇംഗ്ലീഷ് യൂട്യൂബ് എല്ലാ ചാനലിലും എൻഗേജ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മളുടെ ഇതിൽ നിന്നുള്ള എൻറ്റയർ ആയിട്ടുള്ള ഇൻകം നമ്മൾ ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുവാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ എൻ്റെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ആയിട്ടുള്ള 90 ഡേയ്സ് ലൈഫ് ഞാൻ 100% ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിൻഡ് കമന്റിലും ഉണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചോളം എൻ്റെ 90 ഡേയ്സ് ലൈഫ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ബിസിനസ്സിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് 16 രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്ത 90 ഡേയ്സ് ലൈഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആകെ നിങ്ങളോട് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഫുൾ ആയിട്ട് വായിക്കണം. മോസ്റ്റ് ആൾക്കാരും 3 പ്രാവശ്യമെങ്കിലും ഈ ബുക്ക് വായിക്കാറുണ്ട് അവരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് പോകാനായിട്ട്. ഫൈനൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് റൂബിൾ ചാണ്ടി എന്നാണ്. ഞാൻ ആക്സലറേറ്റർ 85 എന്ന് പറഞ്ഞേക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്സിലേറ്റർ ഗ്രൂപ്പിന്റെ ക്രിയേറ്റർ ആണ്. ജെ എബ്രാഹിം ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്, അതുപോലെ ഡാൻ ലോക്ക് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്, അതുപോലെ തന്നെ ബ്രാൻഡ് ഫ്രാങ്ക്ലിൻ $10 ബില്യൺ കമ്പനികളെ സിലിക്കൺ വാലിയിലെ $1 ബില്യൺ വാല്യുവേഷനിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആള്. അങ്ങനെ ലോകത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ള വാട്ടണിൽ നിന്നും ഹാർവാർഡിൽ നിന്നും മറ്റ് വലിയ വലിയ ഓർഗനൈസേഷനിൽ നിന്നുള്ള വലിയ പ്രോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ. 85 ബിസിനസ്സുകളെ, മലയാളികളായിട്ടുള്ള 85 ബിസിനസ്സുകളെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ US-ലും നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും ഏഷ്യയിലും ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലും നമ്മളെ സംബന്ധിച്ചോളം 85 ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആക്സലേറ്റർ 85 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഒരു പ്രീമിയം ഗ്രൂപ്പാണ്. ആ പ്രീമിയം ഗ്രൂപ്പിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാനായിട്ട് നമ്മളുടെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആക്സലേറ്റർ 85 എന്ന് പറഞ്ഞാൽ 1 കോടി മുതൽ 1000 കോടി വരെയുള്ള ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ 36 മാസത്തിലൂടെ ഒരു 0 ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്സിലറേറ്റർ ഇന്റേണൽ ഗ്രൂപ്പാണ്. എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയെ പോലെ എൻ്റെ ഫ്രണ്ട്സിനെ പോലെ വളരെ ക്ലോസ് ആയിട്ട് പ്രോക്സിമിറ്റി നിന്ന് നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സപ്പോർട്ട്, പേഴ്സണൽ ലെവലുള്ള സപ്പോർട്ട്, നമ്മുടെ US കൺസൾട്ടന്റ് സപ്പോർട്ട്, കനഡിയൻ കൺസൾട്ടന്റ് സപ്പോർട്ട്, നമ്മുടെ വലിയ പ്രോമിനന്റ് ആയിട്ടുള്ള ബിസിനസ് ഫിഗേഴ്സ്, സിലിക്കൺ വാലി ലെവലിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ സപ്പോർട്ട്, ഇതുപോലുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. അതിന്റെ പാർട്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 1 കോടി രൂപയുടെയെങ്കിലും ബിസിനസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈഡ് ആകുള്ളൂ. അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ accelerator85.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്, താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ ലിങ്കിലുണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ വീഡിയോ. നിങ്ങളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരുപാട് പൈസ വന്നാൽ നമുക്ക് മോശമാണ് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരുപാട് പൈസയിലേക്ക് എത്താൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് പേടിക്കുകയും വേണ്ട. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫിയറിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അപ്പുറയിലോട്ട് പോവാ, ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലട്ടെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫിയറുകൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഫിയറുകൾ ഐഡന്റിഫൈ ചെയ്യണം. കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫിയർ ആണെന്ന്. എൻ്റെ എഴുത്തൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഫിയറുകൾ നമ്മൾ 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്മളുടെ ഫിയറുകൾ നമ്മൾ എഴുതി അങ്ങ് വെക്കുക. നമ്മൾ അങ്ങനെ ഫിയറുകൾ എടുത്തിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഒന്നാമത്തെ ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം എക്സസ് മണിയെ ഫിയർ ഉണ്ട്. എക്സസ് മണിയോട് ഫിയർ ഉണ്ടെങ്കിൽ അപ്പൊ അതൊരു ഫിയർ ആയിട്ട് നമുക്ക് നിൽക്കുവാണ്. എക്സസ് മണിയോട് ഫിയർ ഉണ്ട്, അത് പക്ഷേ മുകളിലോട്ട് കയറിപ്പോയി, അത് സാരമില്ല. രണ്ടാമത് നമ്മളെ സംബന്ധിച്ചുള്ള ഫിയർ എന്ന് വെച്ചാൽ ബാങ്ക്രപ്സി എന്ന് പറഞ്ഞ ബാങ്ക്രപ്സിയോട് ഫിയർ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയാലോ, SC എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫിയറുകൾ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ഫിയറിനെ എടുക്കുക. ആദ്യത്തെ ഫിയറിനെ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഫിയറിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതെ, നീ കാരണം എനിക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സസ് മണിയോട് നമ്മൾ പറയുന്നത്, നീ കാരണം എനിക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ എക്സസ് ഫിയർ മണി എന്ന് പറഞ്ഞേക്കുന്ന ഫിയറിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുക, നന്ദി പറയുക. ഓക്കെ, നമ്മൾ നന്ദി പറയുവാണ് ഫിയറിനോട്. അപ്പൊ നമ്മൾ ഫിയറിനോട് നന്ദി പറയുമ്പോൾ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫിയറിനോട് നന്ദി പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുവാണ്, അല്ലെ? നമ്മൾ ഇതുവരെ ആരോടെങ്കിലും ചെയ്തു, എൻ്റെ ഭയമേ നിന്നോട് നന്ദി എന്ന് പറയുമ്പോൾ ഭയം നിങ്ങളോട് വിട പറഞ്ഞു പോവുകയാണ്. ഭയത്തിന് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ
കാരണം നിങ്ങൾ ഭയത്തെ എടുത്തിട്ട് നമ്മൾ പേടിച്ച് നിൽക്കുവാണ്. ഭയമായിട്ട് നമ്മുടെ ഇന്ററാക്ഷൻ മുഴുവൻ എന്നാണ്, പേടിച്ചാണ് നമ്മൾ ഭയത്തെ നോക്കുന്നത്. അതിന് പകരം ഭയത്തോട് നമ്മൾ നന്ദി കാണിക്കുകയാണ്, ഗ്രേറ്റ്ഫുൾ ആവുക. ഭയം, കൊള്ളാം, താങ്ക് യു സോ മച്ച്, നീ കാരണം എന്തോരം കാര്യങ്ങൾ എനിക്ക് ഗുണങ്ങളുണ്ടായി എന്ന് പറയാ. എന്നിട്ട് ഭയത്തോട് പറയാ, ഈ ലിസ്റ്റ് ചെയ്ത ഭയങ്ങളോട് പറയാ, അതെ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല, കാരണം നീ ഇത് പറഞ്ഞു, എനിക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ആയല്ലോ, ഞാൻ ഈ പാഠം പഠിച്ചല്ലോ, ഇനിയിപ്പോൾ നിനക്ക് വേണേൽ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തെ സംബന്ധിച്ചോളം ഭയത്തിന് ഓടി രക്ഷപ്പെടാനായിട്ടുള്ള ഓപ്പണിംഗ് കിട്ടുവാണ്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഭയത്തെ കാണുന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് അപ്പുറത്തോട്ട് പോവാം. അവിടെ എനിക്ക് അടുത്ത കാര്യം ഇനി പറയാനുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചെത്തി. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടോ, നിങ്ങളുടെ ഭയത്തെ വരെ നിങ്ങൾക്ക് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം. എന്തിന്? വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള ടൂളായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഭയം അങ്ങ് മാറിക്കഴിയുമ്പം നമ്മൾ ഫ്രീ ആകുവാണ്. ക്ലിയർ ആണോ? അപ്പൊ 2 തരത്തിലുള്ള വെൽത്താണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ബിഗ് പിക്ചറായിട്ട് പറയുവാണെങ്കിൽ 2 തരത്തിലുള്ള വെൽത്താണ് നമ്മളെ സംബന്ധിച്ചോളം ഉള്ളത്. ടാഞ്ചിബിൾ വെൽത്ത് ഉണ്ട്, ഇൻടാഞ്ചിബിൾ വെൽത്ത് ഉണ്ട്. ടാഞ്ചിബിൾ വെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന വെൽത്ത്, പൈസ നമ്മളെ തൊടാൻ പറ്റുന്ന സാധനമാണ് അല്ലേ. പലപ്പോഴും ഇപ്പോൾ പൈസ തൊടാൻ പറ്റാത്ത ഒരു സാധനമായി മാറുവാണ്, പക്ഷെ നമുക്ക് പൈസനെ തൊടാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മനസ്സിലാക്കാം. ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ തൊടാൻ പറ്റില്ലാത്ത അസറ്റുകൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കില്ലുകളാകാം, നിങ്ങളുടെ കണക്ഷനെ തൊടാൻ പറ്റുമോ? കണക്ഷൻ ആളെ പോയി തൊടാം, പക്ഷെ നിങ്ങളുടെ കണക്ഷനുകളെ പോയി തൊടാൻ പറ്റില്ലല്ലോ. കണക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകളെ പോയി തൊടാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ്. നിങ്ങളുടെ സ്കില്ല് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ്. നിങ്ങളുടെ നോളജ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ സാധാരണഗതിയിൽ ഏത് ടൈപ്പ് ഓഫ് അസറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഏത് ടൈപ്പാണ്? നമുക്ക് സ്ഥലം എത്രയുണ്ട്? ഓ മോനെ, കുറച്ച് സ്ഥലം മേടിച്ചിട്ടേ അവിടെ ഒരു വീട് പണിതേ എന്ന് പറയും. അസറ്റ് അല്ലേ, അസറ്റ് മേടിച്ചുണ്ടാക്കിയിട്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേണേൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ശരിക്കും സംഭവിക്കുക വെച്ചാൽ ടാഞ്ചിബിൾ അസറ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം 4 പേര് കാണും, ഓ നോക്കി BMW എന്ന് ഇറങ്ങുന്നത്, റോൾസ് റോയ്സോ അവനോ അത് മേടിച്ചോ, ഭയങ്കരമായി പോയല്ലോ. ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ലയബിലിറ്റി ആണ്. പക്ഷെ അസറ്റ് എന്ന് തൽക്കാലം വിളിക്കാം എളുപ്പത്തിന് വേണ്ടി, നമ്മുടെ സംസാരത്തിന് വേണ്ടി. അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആയിട്ട് ലയബിലിറ്റി ആണ്. വലിയ വീട് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള വലിയ വീട് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ലയബിലിറ്റി ആണ്. പക്ഷെ ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കാം എളുപ്പത്തിന് വേണ്ടി. കാരണം നമുക്ക് വീട് പോയി തൊടാലോ, ഇടയ്ക്ക് കട്ടിലപ്പടിയെ പോയി തൊടാൻ പറ്റുമല്ലോ. പക്ഷെ നമുക്ക് കണക്ഷനെ തൊടാൻ പറ്റില്ല, സ്കില്ലെ തൊടാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? അതാണ് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ. ഓക്കെ. അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് ശരിക്കും ബിഗർ ആയിട്ടുള്ള ഡീല്. ക്ലിയർ ആണോ? ജെഫ് ബെസോസിന് ആമസോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മൾ ജെഫ് ബെസോസിന്റെ എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്, എവിടെയാ കമ്പനി ഇരിക്കുന്നത്? ബിൽഡിംഗ് ഒക്കെ ഒന്ന് പിന്നെയാ വന്നത്, ഒരു വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിൽ എങ്ങനെയാ തൊടുന്നത്? ക്ലിയർ ആണോ? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നിങ്ങളെ സംബന്ധിച്ചോളം ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളോ ആളുടെ ചിന്തകൾ മാത്രം തന്നെ ലോകത്തെ മാറ്റിമറിച്ചു പല ലെവലിലും, പല കാരണങ്ങളാൽ. കാരണം പുള്ളിയുടെ കണ്ടുപിടുത്തത്തിന് ചില നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, പുള്ളിയുടെ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് ഇപ്പോൾ ഓപ്പൻഹൈമർ എന്ന് പറഞ്ഞേക്കുന്ന മറ്റേ മൂവി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടായത്, ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായത് പുള്ളിക്കാരന്റെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. E=mc² എന്ന് പറഞ്ഞേക്കുന്ന കോൺസെപ്റ്റിൽ നിന്നാണ്, സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ ബിസിനസ്സിലുണ്ട്, ലൈഫിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല. ഒരു മൊമെന്റ് നിങ്ങളെ സംബന്ധിച്ചോളം സ്കിൽ ലിസ്റ്റ്, നോളജ് ലിസ്റ്റ്, റിലേഷൻഷിപ്പ് ലിസ്റ്റ്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബിസിനസ്സിനെ, ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാൻ പോവാണ്. ആരാണ് റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞേ. ഐ എം റെഡി. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ, ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ, ഒരു ബിസിനസ്സുകാരി എന്നിട്ട് നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യാൻ തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെൽഫ് ഇമേജ്. അപ്പൊ അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ വാല്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു സ്ഥലം നിങ്ങൾ മേടിച്ചു, വീട് വെച്ചു. ഓക്കെ. അതിന്റെ ലോണെല്ലാം നിങ്ങൾ അടച്ചു തീർത്തു. നിങ്ങൾ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനുള്ള ആൾക്കാരാണ്. കുറെ സ്വത്തൊക്കെ വന്നപ്പോൾ നിങ്ങൾ ആ ലോണെല്ലാം അടച്ചു തീർത്തു. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ബിസിനസ്സിന് വേണ്ടി എനിക്ക് 1 കോടി രൂപ ലോൺ വേണം. കാരണം വലിയൊരു ബിസിനസ് ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു പണിയാം, നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കാം എന്ന് പറയുവാണ്. അപ്പൊ ബാങ്ക് ആദ്യം നമ്മളോട് ചെയ്യുന്നത് എന്താണ്? ബാങ്ക് ഒരു അപ്രൈസറിനെ വിടുവാണ്. ലോൺ എടുക്കാനുള്ള അപ്രൈസറിനുള്ള ഫീ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാശൊക്കെ നിറച്ചപ്പെട്ടി വീണ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അപ്രൈസറിനെ വിടുവാണ്. അവരെന്താ ചെയ്യുന്നത്? അവർ അപ്രൈസ് ചെയ്യുവാണ്, വാല്യുവേഷൻ ചെയ്യുവാണ്. നിങ്ങളുടെ വീടിന് ഇപ്പം എന്നാ വിലയുണ്ടാവും? ക്ലിയർ ആണോ? നിങ്ങളുടെ സ്ഥലത്തിന് ഇപ്പം എന്നാ വിലയുണ്ടാവും? അപ്പൊ അവർ വന്നിട്ട് അവിടെ നോക്കി, ഇവിടെ നോക്കി, വേറെ എവിടെ നിന്നും കോപ്പി അടിച്ചേക്കൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അപ്പുറം വീട്ടിലൊക്കെ ചോദിച്ചു, ഇവിടെ ചോദിച്ചു, അവിടെ ചോദിച്ചു, ഇവിടെ എല്ലാം ചോദിച്ചു. ആള് തീരുമാനിക്കുകയാണ്. എന്താണ് തീരുമാനിക്കുന്നത്? നിങ്ങളുടെ വീടിന് ഇത്രയാണ് വില. സംഭവിച്ചെന്നു മനസ്സിലായോ? നിങ്ങൾ ഇത് തന്നെ ചെയ്യുക. എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എത്രമാത്രം വാല്യൂബിൾ ആണ്. ഇതിനു എന്താ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിരിക്കുന്നത്? നിങ്ങൾ എന്ന് പറഞ്ഞ ഹ്യൂമന്റെ സ്കില്ല്, ആ ഹ്യൂമന്റെ നോളജ്, ആ ഹ്യൂമന്റെ കണക്ഷൻസ് എത്ര വാല്യൂബിൾ ആണ്. നിങ്ങൾക്ക് ആരെ അറിയാം? അറിയാം അവർക്ക് എത്ര സ്കില്ലുണ്ട്. ഞാൻ ഇതിലേക്ക് ഡീപ്പറായിട്ട് ഇറങ്ങാം. ഒരു സെക്കൻഡിൽ ഞാൻ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള
ഭയങ്കരമായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ വാക്ക് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ബിസിനസ്സുകാരെന്ന രീതിയിൽ ഇന്നോമസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ 2-3 പ്രാവശ്യം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഡീപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് അപ്രൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ആയിട്ട് നിങ്ങളുടെ ഒരു കണ്ണ് നിങ്ങൾ കൊടുക്കുമോ? മാർക്കറ്റിൽ പോയി കഴിയുമ്പോൾ തന്നെ, ചന്തയിൽ പോയി ഈ പറഞ്ഞ ഒരു കണ്ണ് ആവശ്യമുണ്ട് എന്നൊരാൾ പറയുവാണ്. അപ്പോൾ 10 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ കൊടുക്കുമോ? 1 കോടി രൂപ കിട്ടിയാൽ കൊടുക്കുമോ? നിങ്ങൾ എത്രമാത്രം വാല്യുബിൾ ആണെന്ന് സെൽഫ് റിയലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടുന്നാണ് നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ്സിലും ലൈഫിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ബിസിനസ്സിലും ലൈഫിലും എല്ലാ കാര്യങ്ങളും ഒരു പ്രോസസ്സാണ്. നിങ്ങളത് അറിയുന്നില്ല, അതൊരു പ്രോസസ്സാണ്. നിങ്ങളത് ആലോചിക്കുക, നിങ്ങളൊരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവ് നോക്കാതെ ഒരു ആടിന്റെ പെർസ്പെക്റ്റീവ് നോക്കിയേ. ആട് ജീവിതത്തിന്റെ സമയമാണ്. ആടിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണ്. ഒരു ഗോട്ടാണ്, ഒരു ആടാണ്. ആട് നോക്കുമ്പോൾ, നിങ്ങളുടെ ഇന്റലിജൻസ് നോക്കുമ്പോൾ ആട് എന്താ കാണുന്നത്? ആള് നടക്കുന്നു, ആള് ഉറങ്ങുന്നു, ആള് ചാടുന്നു, ആള് നെഗോഷിയേറ്റ് ചെയ്യുന്നു, ആള് സംസാരിക്കുന്നു, ആള് സെല്ല് ചെയ്യുന്നു, വൈകുന്നു. ക്ലിയർ ആണോ? ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ മാസീവ്ലി നമ്മുടെ സ്കില്ലിനെ അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിച്ച ആൾക്കാരാണ്. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമില്ലടേ, അതൊന്നും വലിയ കാര്യം, അതുപോലെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ലൈഫിനെ, നമ്മുടെ സ്കിൽ സെറ്റിനെ അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടാക്ടിക്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന, ലൈഫിലും ബിസിനസ്സിൽ ചെയ്യുന്ന ഓരോ പ്രോസസ്സും നിങ്ങളുടെ സൂപ്പർ പവർ ആകാം. നിങ്ങൾ പക്ഷെ അത് കാണുന്നുണ്ടാകില്ല. കാരണം നിങ്ങളെ കാണാനായിട്ട് സൊസൈറ്റി അനുവദിച്ചില്ല, നിങ്ങളുടെ പേരൻസ് അനുവദിച്ചില്ല. അത് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, അവർക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് അവർ അനുവദിച്ചില്ല. നിങ്ങളെ തന്നെ അനുവദിക്കാൻ പോവാണ്. ഐ ഗീവ് മൈ സെൽഫ് ഫ്രീഡം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഓപ്പൺ എന്ന് ചാറ്റിലേക്ക് ഇടുക. അവിടെ നിങ്ങളുടെ ജീനിയസിനെ, നിങ്ങൾ സാധാരണ ഒരാളാണെങ്കിൽ, എന്നെ പോലെ ഒരു സാധാരണ ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ജീനിയസിനെ അൺലീഷ് ചെയ്യാനുള്ള ഓപ്പണിങ് നിങ്ങൾക്ക് കിട്ടുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ സൂപ്പർ പവറിലേക്ക് അടുക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ആ സ്കിൽ എനിക്കുണ്ട്, ആ ഗിഫ്റ്റ് എനിക്കുണ്ട്, ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം സൂപ്പർ പവറാണ്. ക്ലിയർ ആണോ? അതുപോലെ എനിക്കൊരു സിസ്റ്റം ഉണ്ട്, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ബിസിനസ് മാനേജ് ചെയ്യാൻ എനിക്കറിയാം, ടീമിനെ മാനേജ് ചെയ്യാൻ എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്ക് സെല് ചെയ്യാൻ അറിയാം. ഇതിൽ ഏതെങ്കിലും ആകാം. മാർക്കറ്റിംഗിൽ ഞാൻ സൂപ്പറാണ്. പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഉള്ള ആളാണ് ഞാൻ. ഇതെല്ലാം സ്കില്ലാണ്. അപ്പൊ അത് വെച്ച് ആ ഓപ്പണിങ്ങോടുകൂടെ, ആ ക്യൂരിയോസിറ്റിയോടെ, നിങ്ങൾ ക്യൂരിയസ് ആണോ? നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വലുതാകുന്നതനുസരിച്ച് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു പോവാണ്. ഓക്കെ, കുറെ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ തന്നെ, വിദ്യാഭ്യാസം മനുഷ്യന് ചെയ്യുന്ന പ്രൈമറി കാര്യങ്ങൾ, കോഴ്സ് ജോലി കിട്ടാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ വളരെ ആവശ്യമാണ്. ബേസിക് ഡിഗ്രി വരെയുള്ള എഡ്യൂക്കേഷൻ ആവശ്യമാണ് എന്ന് സ്ട്രോങ്ലി വിശ്വസിക്കുന്ന ആളാണ്. അതിനകത്ത് ബ്യൂട്ടി ഉണ്ട്. അതേസമയം വിദ്യാഭ്യാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ശാപമാണ്, ഏറ്റവും വലിയ കേഴ്സാണ് ക്യൂരിയോസിറ്റി കളയാന്നുള്ളതാണ്. ക്യൂരിയോസിറ്റി പോയി. ആരാണ് ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ? ക്യൂരിയോസിറ്റി ഇല്ല. ഐൻസ്റ്റൈൻ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട സ്കിൽ ക്യൂരിയോസിറ്റിയാണ്. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ക്യൂരിയോസിറ്റി ഉള്ളവരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ക്യൂരിയോസിറ്റി നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്ത് ഈ ഫുള്ള് കാര്യങ്ങൾ ടാപ്പ് ചെയ്യുക. കാരണം പകുതി കേട്ടിട്ട് അഭിമന്യു പകുതി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യുദ്ധത്തിന് പോയപ്പോൾ പകുതി കാര്യങ്ങൾ അറിയത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ പോകരുത്. അതിന് പകരം നിങ്ങൾ ഫുള്ളായിട്ട് അറ്റൻറ്റീവായിട്ട് ഫുള്ള് ഫോക്കസ് ചെയ്ത് ഫുള്ളായിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി എടുക്കാൻ റെഡിയാണെങ്കിൽ, 3 ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് വെൽത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവാണ്. 3 ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് വെൽത്ത്. അപ്പൊ അത് ബിസിനസ്സിനകത്തുണ്ട്, പേഴ്സണൽ ലെവലിലുണ്ട്, കണക്ഷൻ ലെവലിലുണ്ട്, സ്കിൽ ലെവലിലുണ്ട്. ഇതെല്ലാം വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അറ്റൻഷൻ ഫുള്ളായിട്ട് പേ ചെയ്യാൻ റെഡിയാണെങ്കിൽ, ക്യൂരിയസ് എന്ന് ചാറ്റ് ഇടുക. ബിസിനസ് വെൽത്തിലേക്ക് കയറാം. ബിസിനസ് വെൽത്തിലെ നമ്മളെ സംബന്ധിച്ചോളം ABC പീപ്പിൾ വെൽത്തിലേക്ക് നമ്മൾ കയറുവാണ്. ABC പീപ്പിൾ വെൽത്ത്. ABC പീപ്പിൾ വെൽത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറയാനായിട്ട് ഞാൻ അപ്പുറയിലോട്ട് വരാം. ഒരു സെക്കൻഡ്. ഓൾറൈറ്റ്, ABC ഈ നമ്മുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിലാണ് ഇത് റിലവന്റ് ആകുന്നത്. ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിൽ A പ്ലേയേഴ്സ് ഉണ്ട്, B പ്ലേയേഴ്സ് ഉണ്ട്, C പ്ലേയേഴ്സ് ഉണ്ട്, D പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആരാണ് A പ്ലേയേഴ്സ്, ആരാണ് B പ്ലേയേഴ്സ്, ആരാണ് C പ്ലേയേഴ്സ്, ആരാണ് D പ്ലേയേഴ്സ്? D പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർക്ക് പെർഫോമൻസ് ഇല്ല. അവരുടെ പെർഫോമൻസ് ഇല്ല. ഓക്കെ,
അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവർ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അവർ നമ്മുടെ കൾച്ചറൽ ഫിറ്റ് അല്ല. അപ്പൊ എന്താണ്, നമ്മുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അവർക്ക് പെർഫോമൻസും ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഡി പ്ലേയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡി പ്ലേയേഴ്സ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവര് ബേസിക്കലി നിങ്ങളുടെ കമ്പനിയിൽ വെറുതെ ഇത്തിക്കണ്ണയായിട്ടിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്, വേറെ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് ആക്ച്വലി ഇത് പാർഷ്യലി ഇൻവെന്റ് ചെയ്തേക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള പാർട്ണർ ആയിട്ടുള്ള ഡാൻലോക്ക് ആണ്. അപ്പം സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, സി പ്ലേയേഴ്സ് കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല, അവർ കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല, പക്ഷെ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പെർഫോമൻസ് ഉണ്ട് അവർക്ക്. കൾച്ചറൽ ഫിറ്റ് അല്ല, പക്ഷെ പെർഫോമൻസ് ഉണ്ട്. കൾച്ചറൽ ഫിറ്റ് അല്ല, പെർഫോമൻസ് ഉണ്ട്. ഇതാണ് സി പ്ലേയേഴ്സ്. അപ്പൊ സി പ്ലേയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് പറഞ്ഞാൽ ബി പ്ലേയേഴ്സ് ആണ്. ബി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവര് കൾച്ചറുമായിട്ട് ഭയങ്കര ഫിറ്റ് ആണ്. മനസ്സിലാക്കാൻ നോക്കട്ടെ ബോർഡിന്. കൾച്ചറൽ ഫിറ്റ് ആണ് പറഞ്ഞാലും മനസ്സിലാക്കില്ലാത്ത ആൾക്കാർ. ഓക്കെ, കൾച്ചറൽ ഫിറ്റ് ആണ്. ഓക്കെ, കൾച്ചറൽ ഫിറ്റ് ആണ്, അതേസമയം ലോ പെർഫോമൻസ് ആണ്. ലോ പെർഫോമൻസ് ആണ്. അപ്പൊ ഈ ആൾക്കാരാണ് ബി പ്ലേയേഴ്സ് ആണ്. ഓക്കെ, ലോ പെർഫോമേഴ്സ് ബി പ്ലേയേഴ്സ് ആണ്. ഇനി എ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കൾച്ചറൽ ഫിറ്റ് ആണ്, അതുപോലെ തന്നെ അവർ ഹൈ പെർഫോമേഴ്സും ആണ്. ക്ലിയർ ആണോ? കൾച്ചറൽ ഫിറ്റ് ആണ്, ഹൈ പെർഫോമേഴ്സും ആണ്. ക്ലിയർ ആണോ? അപ്പൊ ABCD ക്ലിയർ ആണോ? ഈ ABC എന്ന് പറയുമ്പോൾ അപ്പൊ ഇനി നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം വെച്ചാൽ, എ പ്ലേയേഴ്സ് അവർ പെർഫോമൻസ് ഉണ്ട്, അവർ കൾച്ചറൽ ഫിറ്റ് ആണ്. ബി പ്ലേയേഴ്സ് അവര് കൾച്ചറൽ ഫിറ്റ് ആണ്, പെർഫോമൻസ് ഇല്ല. സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കൾച്ചറൽ ഫിറ്റ് അല്ല, അവർക്ക് പെർഫോമൻസ് ഉണ്ട്. ഡി പ്ലേയേഴ്സ് പറഞ്ഞാൽ അവർ കൾച്ചറൽ ഫിറ്റും അല്ല, പെർഫോമൻസും ഇല്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു സീക്രട്ട് ആയിട്ട് ഹിഡൻ ആയിട്ട് ഒരു വെൽത്ത് ഉണ്ട്. സ്പെഷ്യലി നിങ്ങൾ വലിയൊരു കമ്പനി ആണെങ്കിൽ ഡി പ്ലേയേഴ്സിന് മുഴുവൻ പറഞ്ഞു വിടുക. അപ്പൊ അതെങ്ങനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്നത്? കാരണം അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഗുണമാകുന്നില്ല. അവരോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവരെ നിങ്ങളുടെ കമ്പനിയിൽ കീപ്പ് ചെയ്യുന്നത്. ഡി പ്ലേയേഴ്സിനെ പറഞ്ഞു വിടുക. ഡി പ്ലേയേഴ്സിനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ ബി സി പ്ലേയേഴ്സ്, ഞാൻ പറഞ്ഞ എ പ്ലേയേഴ്സ് പറഞ്ഞ ആരാണ്? പെർഫോമൻസ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചറുമായിട്ട് ഫിറ്റ് ആണ്, പക്ഷെ പെർഫോമൻസ് ഇല്ല. സി എന്ന് പറഞ്ഞാൽ കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല, പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, ഈ ബാക്കിയുള്ളവരെല്ലാവരും ആക്ടിവേറ്റഡ് ആവും, ബാക്കിയുള്ളവരെല്ലാവരും എക്സൈറ്റഡ് ആവും. അവരെ സംബന്ധിച്ചോളം എൻ്റെ അമ്മോ എൻ്റെ ജോലി പോകാനുള്ള ഓർത്തോണ്ട് അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അപ്പോഴെന്താണ്? വീണ്ടും വെൽത്ത് ആണ്. ഡി പോയപ്പോൾ നമുക്ക് പൈസ സേവിങ്, ABC കൂടുതൽ പെർഫോം ചെയ്യണം, അപ്പോഴും നമുക്ക് സേവിങ് ആണ്. ഇനി നിങ്ങൾ വെച്ചാൽ എ പ്ലേയേഴ്സിനെ റിവാർഡ് ചെയ്യുക. എങ്ങനെയാണ് റിവാർഡ് ചെയ്യുന്നത്? അവർക്ക് പെർഫോമൻസ് ബോണസ് കൊടുക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ റൈറ്റ് ആയിട്ടുള്ള ലെവലിൽ പ്രൊമോട്ട് ചെയ്യുക. ബി പ്ലേയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. എന്തിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? പെർഫോമൻസിൽ ട്രെയിനിങ് കൊടുക്കുക. സി പ്ലേയേഴ്സിന് എന്ത് കൊടുക്കുന്നു? സി പ്ലേയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ് എന്തിൽ? കൾച്ചറിൽ ട്രെയിനിങ് കൊടുക്കുക. സി പ്ലേയേഴ്സിനെ നമ്മൾ കൾച്ചറൽ ട്രെയിനിങ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഈവൻ മോർ വെൽത്ത് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഡി പ്ലേയേഴ്സിന് ഡ്രോപ്പ് ചെയ്ത് പൈസ വന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ABC ആൾക്കാർ കൂടുതൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സി പ്ലേയേഴ്സ് അവർ കൾച്ചറുമായിട്ട് മാച്ചല്ല, അവർ കൾച്ചറൽ ട്രെയിനിങ് കൊടുത്തു, മറ്റവർക്ക് പെർഫോമൻസ് ട്രെയിനിങ് കൊടുത്തു, ആൾക്കാർ റിവാർഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളുടെ ആദ്യത്തെ വെൽത്ത് ക്രിയേഷൻ നടന്നു. ആദ്യത്തെ ഫിസിക്കൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ നടന്നു. റെഡി ആണല്ലോ? അടുത്ത കാര്യം നമ്മൾ അപ്പുറം ഒന്ന് പറയാം. ഓൾറൈറ്റ്, അപ്പൊ അങ്ങനെ ആദ്യത്തെ വെൽത്ത് ക്രിയേഷൻ, ടാഞ്ചിബിൾ ആയിട്ടുള്ള ആദ്യത്തെ വെൽത്ത് ക്രിയേഷൻ ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ 100 കോടി മുകളിലുള്ള കമ്പനികളോട് വർക്ക് ചെയ്യുമ്പോൾ ടിപ്പിക്കലി അവരുടെ 10 to 20% ഓഫ് എംപ്ലോയീസ് ആരാണ്? ഡി പ്ലേയേഴ്സ് ആണ്. ഓക്കെ, അത് കേൾക്കാൻ രസമായിരിക്കില്ല, പക്ഷെ അവരെ പറഞ്ഞു വിടുന്ന സ്റ്റെപ്പിലാണ് കമ്പനി ഷൂട്ടപ്പ് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്. 10% എംപ്ലോയീസ് മോസ്റ്റ് ഓഫ് ദി ടൈം ഡി പ്ലേയേഴ്സ് ആണ്. പെർഫോമൻസ് ഇല്ല, കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല. അവരെ പറഞ്ഞു വിടുമ്പോഴേ കമ്പനി മുന്നോട്ട് പോയി. ബാക്കിയുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോണസ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ വളർന്നു. എന്നിട്ട് സി പ്ലേയേഴ്സിനെ കൾച്ചറിനെ കുറിച്ച് ട്രെയിൻ ചെയ്തു, ബി പ്ലേയേഴ്സിനെ പെർഫോമൻസിനെ കുറിച്ച് ട്രെയിൻ ചെയ്തു, എ പ്ലേയേഴ്സിനെ റിവാർഡ് ചെയ്താൽ നിങ്ങളുടെ കമ്പനി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വളരെ ഹിഡൻ ആയിട്ടിരുന്ന ഒരു വെൽത്ത് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോസ്റ്റ് കൂടുതൽ വന്നോ? പൈസ മുടക്കണമെന്നോ? ഇല്ല, പൈസ ഇങ്ങോട്ട് വീഴുവാണ് ചെയ്തേ. ഓക്കെ, ഇതാണ് നമ്മുടെ കളി. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിങ്ങളുടെ ഹെഡൻ വെൽത്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് എന്ന് എഴുതുക, ചാറ്റിലിടുക, സ്റ്റാർട്ടിങ് വരിക. നിങ്ങൾ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി കളയരുത്. കാരണം ഇതിന്റെ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ഒറ്റ കാര്യം മതി നിങ്ങളുടെ ബിസിനസ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്.
എസ്പെഷ്യലി കുറച്ചുകൂടെ വലിയ ബിസിനസ് ഉള്ള ആൾക്കാരാണ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്. അത് പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ പറയും ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് അത് കണ്ടിട്ട് വരാം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്നാന്നും മനസ്സിലാകുകയില്ല. ഇത് വളരെ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരുന്നത് മാത്രമേ ഉള്ളൂ. പല ഐഡിയാസും ബിഹൈൻഡ് ദ സീനിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓൾറൈറ്റ്, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാണ്. ടീം കളക്റ്റീവ് വെൽത്ത്. നമുക്കിപ്പോൾ മനസ്സിലായിരുന്നല്ലോ 4 തരത്തിൽ ടീം പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള എന്റെ പാർട്ണർ ആയിട്ടുള്ള ഡാൻലോക്കിന്റെ കോൺസെപ്റ്റ് ആണത്. അപ്പൊ ആ കോൺസെപ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയി തുടങ്ങിയ ആൾക്കാരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ഒറിജിനൽ കോൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ടീം കളക്റ്റീവ് വെൽത്ത്. എന്താണ് ടീം കളക്റ്റീവ് വെൽത്ത്? ഇപ്പൊ ടീം കളക്റ്റീവ് വെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീമിന്റെ കറണ്ട് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് അവരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പെർഫോമൻസ് അസസ്മെന്റ് നടത്തുന്ന പരിപാടിയാണ് ടീം കളക്റ്റീവ് വെൽത്ത്. അപ്പൊ ടീം കളക്റ്റീവ് വെൽത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? എസ്പെഷ്യലി നിങ്ങൾ ഒരു വലിയ കമ്പനി ആണെങ്കിൽ, ഒരു മീഡിയം ലെവലുള്ള കമ്പനി ആണെങ്കിൽ, 1 കോടി രൂപയുടെ മുകളിലുള്ള കമ്പനി ആണെങ്കിൽ ശ്രദ്ധിക്കുക. അതിന് താഴെ ആണെങ്കിൽ നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് തന്നെ ബിൽഡ് ചെയ്യുക. അപ്പൊ ഞാൻ അപ്പുറത്തോട്ട് വന്ന് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ടീമിന്റെ കളക്റ്റീവ് വെൽത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ നോക്കി നിൽക്കുമ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് 0യിൽ നിന്ന് വെൽത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന്. ഓക്കെ, സീ ദാറ്റ്. ഓൾറൈറ്റ്, ടീം കളക്റ്റീവ് വെൽത്ത്. അപ്പൊ ടീം കളക്റ്റീവ് വെൽത്ത്. ഓക്കെ, അപ്പൊ ടീം കളക്റ്റീവ് വെൽത്ത് നമ്മൾ എങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങളുടെ എംപ്ലോയീസിനെ ക്ലാസിഫൈ ചെയ്യുക. എന്ത് ചെയ്യുക? ABCD എന്ന് പറഞ്ഞ് ക്ലാസിഫൈ, അല്ലെ? CD എന്ന് പറഞ്ഞ് ക്ലാസിഫൈ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എംപ്ലോയീസിനെ അല്ല, നിങ്ങളുടെ എൻറ്റയർ ടീമിനെ എടുക്കുക. ആ എൻറ്റയർ ടീമിനെ എടുത്തിട്ട് അവര് കളക്റ്റീവ്ലി ഒരു A പ്ലെയർ ആണോ? അവർ ഒരൊറ്റ പേഴ്സൺ ആയിട്ട് കാണാം. നിങ്ങളുടെ എൻറ്റയർ കമ്പനി ഒരു പേഴ്സൺ ആണെങ്കിൽ അതൊരു A പ്ലെയർ ആണോ? നിങ്ങളുടെ എൻറ്റയർ കമ്പനി കളക്റ്റീവ്ലി എടുക്കുവാണെങ്കിൽ കൾച്ചറുമായിട്ട് ഭയങ്കര ഫിറ്റാണ്, പക്ഷെ പെർഫോമൻസ് ഇല്ലാത്തൊരു ടീമാണോ? അതാണ് ബി ടീം. ഇപ്പം B പ്ലെയർ അല്ല, B ടീമാണ്. പ്ലെയർ അല്ല, ടീമാണ്. മൂന്നാമത്തെ C, നിങ്ങളുടെ ടീം ജനറലി ഈ പറഞ്ഞ പോലെ ഹൈലി പെർഫോമിംഗ് ആണോ, പക്ഷെ കൾച്ചറുമായിട്ടും നിങ്ങളുടെ വാല്യൂസുമായിട്ട് യാതൊരു ബന്ധം അവർക്കില്ല. നിങ്ങളുടെ വാല്യൂസ് ഒന്നും അവർ കെയർ ചെയ്യുന്നില്ല. അവർ കെയർ ചെയ്യുന്നത് എന്താണ്? എനിക്ക് പെർഫോം ചെയ്യും, എനിക്ക് നിങ്ങൾ പറയുന്നതെല്ലാം ഒന്നും കേൾക്കാൻ പറ്റില്ല, ഞാൻ പെർഫോമൻസ് നിങ്ങൾക്ക് തരാം, അതേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്ന ആൾക്കാരാണോ നിങ്ങളുടെ ടീം? അതെയോ കംപ്ലീറ്റ് സ്ക്രൂ അപ്സ് ആണോ നിങ്ങളുടെ ടീം? കംപ്ലീറ്റ് സ്ക്രൂ അപ്സ് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചല്ലോ അവർ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അവർ പെർഫോമൻസും തരുന്നില്ല. അങ്ങനെയുള്ള ഇതാണോ? നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള കമ്പനീനെ ഓണസ്റ്റ് ആയിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പനീനെ എടുത്ത് ഓണസ്റ്റ് ആയിട്ട് അസസ് ചെയ്യണം. അസസ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു A പ്ലെയർ ആണോ? ഒരൊറ്റ പേഴ്സൺ ആണെങ്കിൽ സത്യസന്ധമായിട്ട് ചെയ്യുക. B പ്ലെയർ ആണോ? ചാറ്റിലിടുക. C പ്ലെയർ ആണോ? ഈ എൻറ്റയർ കമ്പനി അതെയോ D പ്ലെയർ ആണോ? ഏതാണ് നിങ്ങളുടെ കമ്പനി? നിങ്ങളുടെ കമ്പനി ഇതിലേതാണ്? നിങ്ങളുടെ കമ്പനി ഇവിടെ തൊട്ട് തുറക്കാം. നിങ്ങളുടെ കമ്പനി D പ്ലെയർ ആണെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ 30% മുതൽ 50% ആൾക്കാരെ പറഞ്ഞു വിടുക, പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുക, പുതിയ A പ്ലെയേഴ്സിനെ ഹയർ ചെയ്യുക. നിങ്ങളുടെ കമ്പനി D പ്ലെയർ ആണെങ്കിൽ, കളക്റ്റീവ്ലി D പ്ലെയർ ആണെങ്കിൽ 30% മുതൽ 50% ആൾക്കാരെ പറഞ്ഞു വിടുക. എന്നിട്ട് ഇതാക്കുക. അത് നിങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ട് എത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നു, സമരം ചെയ്യാതെ ചെയ്യുന്നു, അതെല്ലാം നിങ്ങളുടെ വിവേകം അനുസരിച്ച് ചെയ്യുക. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. പടക്കം വിചാരിക്കരുത്, അതാണ് ട്രൂത്ത്. നിങ്ങളുടെ കമ്പനി C പ്ലെയർ ആണ്, നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ സിസ്റ്റംസും നിങ്ങളുടെ ടൂളും നിങ്ങളുടെ ഇതൊന്നും ഒരാളും ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ C പ്ലെയർ ആണെങ്കിൽ ബേസിക്കലി ആസ് എ കമ്പനി നിങ്ങൾ C പ്ലെയർ ആണെങ്കിൽ അവർക്ക് കൾച്ചറൽ ട്രെയിനിങ് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ട്രെയിനിങ് ചെയ്യാമെന്ന്. ഞാൻ അവൈലബിൾ അല്ല അങ്ങനെ ട്രെയിനിങ് ചെയ്യാനായിട്ട്. പക്ഷെ കൾച്ചറിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ കേരളത്തിലുണ്ട്. അവരോട് ചോദിക്കുക, കൾച്ചറിൽ ട്രെയിനിങ് തരാമെന്ന് ചോദിക്കുക. ആരെല്ലാം ഒരുപാട് ആൾക്കാർക്ക് കൾച്ചറൽ ട്രെയിനിങ് തരാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളുടെ കമ്പനി ഒരു B പ്ലെയർ ആണ് കളക്റ്റീവിലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് എന്താണ് കൊടുക്കേണ്ടത്? ഗസ് ചെയ്തേ. പെർഫോമൻസിൽ ട്രെയിനിങ് കൊടുക്കുക. പെർഫോമൻസ് ട്രെയിനിങ് ആണ് വേണ്ടത്. കൾച്ചറുമായിട്ടെല്ലാം ഫിറ്റ് അല്ലേ? പെർഫോമൻസിൽ ട്രെയിനിങ് കൊടുക്കുക. ക്ലിയർ ആണ്? നിങ്ങളുടെ കമ്പനി A പ്ലെയർ ആണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഈ പണി അറിയാം. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു കമ്പനിയിൽ A പ്ലെയേഴ്സിനെ വെച്ച് റൺ ചെയ്യാൻ നിങ്ങൾ അറിയാം. നിങ്ങളുടെ കമ്പനി ഒരു A പ്ലെയർ ആണെങ്കിൽ അവരെ നർച്ചർ ചെയ്ത് അവരെ ഹാപ്പിയാക്കി നിർത്തുക. അവരെ സംബന്ധിച്ചോളം അവരാണ് നിങ്ങളുടെ കമ്പനീനെ ബിൽഡ് ചെയ്യുന്നത്, അവരാണ് നിങ്ങളുടെ കമ്പനിയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഇതാണ്
നിങ്ങൾ ഒരു കമ്പനി എന്ന രീതിയിൽ ഉണ്ടാകുന്ന അസറ്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് ചുമ്മാ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാന്ന് പറയുന്നതല്ല. വളരെ സീരിയസ് ആയിട്ട്, വളരെ ഡീപ്പായിട്ട് 100 കോടിയോ 1000 കോടി രൂപയുടെ കമ്പനി ആണെങ്കിലും, 10 കോടി രൂപയുടെ കമ്പനി ആണെങ്കിലും, 1 കോടി രൂപയുടെ കമ്പനി ആണെങ്കിലും, തുടങ്ങുന്ന കമ്പനി ആണെങ്കിലും, തുടങ്ങാൻ പോകുന്ന കമ്പനി ആണെങ്കിലും, നിങ്ങളെ സംബന്ധിച്ചോളം വളരെ വാല്യുബിൾ ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ സ്പെസിഫിക് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന വളരെ ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്നാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് ചാറ്റിലിടുക. അതിന് ഞാൻ അപ്പുറം കാണാം. ചാറ്റിലിടുന്ന സമയത്ത് ഞാൻ അപ്പുറത്തോട്ട് വരാം. ഞാൻ ഇപ്പറേ എത്തി. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ കമ്പനി എയോ ബിയോ സിയോ ആയിക്കോട്ടെ, ഡിഒ ആയിക്കോട്ടെ, ഡി ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. മൊത്തം ഡി പ്ലേയേഴ്സ് ആണെങ്കിൽ ഇത് എങ്ങോട്ടും എത്താൻ പോകുന്നില്ല. കൾച്ചർ ഫിറ്റ് അല്ല, പെർഫോമൻസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നോട് പിണക്കം വിചാരിച്ചേക്കില്ല കേട്ടോ, നമ്മൾ സ്നേഹത്തിലാണല്ലോ അല്ലെങ്കിലും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ, എ പ്ലെയർ ഉള്ള കമ്പനി, നിങ്ങളുടെ കമ്പനി എ പ്ലെയർ ആണെങ്കിലും, നിങ്ങളുടെ കമ്പനി ബി പ്ലെയർ ആണെങ്കിലും, നിങ്ങളുടെ കമ്പനി സി പ്ലെയർ ആണെങ്കിലും, നിങ്ങൾ ഈ പെർഫോമൻസ് ട്രെയിനിങ് കൊടുക്കുവാണെങ്കിലും, കൾച്ചറൽ ട്രെയിനിങ് കൊടുക്കുവാണെങ്കിലും, നിങ്ങൾ അവരെ റിവാർഡ് ചെയ്ത് അവരെ നർച്ചർ ചെയ്യുവാണെങ്കിലും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ മാസവും 1% ഇമ്പ്രൂവ് ചെയ്യണം. 1% ഇമ്പ്രൂവ്മെന്റ്. ഒരു ജാപ്പനീസ് കോൺസെപ്റ്റില് കൈസനോ എന്ന രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചോളം കോൺസ്റ്റന്റ് ആൻഡ് നെവർ എൻഡിങ് ഇമ്പ്രൂവ്മെന്റ്. എല്ലാ മാസവും നിങ്ങൾ പോയിട്ട് എങ്ങനെ നമുക്ക് ടീമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾ കോൺസ്റ്റന്റ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സിയിൽ നിന്ന് പയ്യെ ബി ആവും, അല്ലെ ബിയിൽ നിന്ന് പയ്യെ എ ആവും, സിയിൽ നിന്ന് പയ്യെ എ ആവും. ക്ലിയർ ആണോ? അല്ലെ ബിയിൽ നിന്ന് സിയിൽ നിന്നും പയ്യെ എയിലേക്ക് നിങ്ങൾ സ്വിച്ചിങ് ചെയ്യും. എന്നിട്ട് അത് വർക്കാകുന്നില്ല, നിങ്ങൾ അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ബിസിനസ് എന്തുകൊണ്ടാണ് സ്കെയിൽ ആകാന്ന് ഈ പറഞ്ഞ രീതിയിൽ ചൊവ്വാദോഷം കൊണ്ടോ അല്ല മറ്റു പ്രശ്നം കൊണ്ടോ അല്ല, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ആകാതിരുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? എത്ര വലിയ ബിസിനസ് ആണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ആയിരുന്നതിന്റെ കാര്യം നിങ്ങളുടെ ടീം ഡിസ്ഫങ്ഷണൽ ആയിരുന്നിരിക്കും, ടീം ഒപ്റ്റിമം പെർഫോമൻസിൽ ആയിരുന്നിരിക്കില്ല. അപ്പൊ നിങ്ങൾ പറയാം എനിക്ക് എന്റെ ടീം എല്ലാം വളരെ പെർഫോമൻസിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പല പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണോ നിങ്ങൾക്ക് ബിസിനസ് സ്കെയിൽ ചെയ്യാം, നെക്സ്റ്റ് ലെവലിൽ ഗ്രോ ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ആൾക്കാരെ ഗ്രോത്ത് എന്ന് ചാറ്റിലിടുക. ഗ്രോത്ത് GROWTH. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചോളം ബിസിനസ് ബോട്ടം വെൽത്ത്. ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോർഷനിൽ ഒരു പോർഷനാണ് ഈ പോർഷൻ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ 7 ഏരിയകളെ കുറിച്ച് പറയുവാണ്. നിങ്ങൾ ഡീപ്പായിട്ട് ലിസൺ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഈ 7 ഏരിയകളിലാണ് പൈസ ഉള്ളത്, ക്യാഷ് ഇരിക്കുവാണ് ബിസിനസ്സിൽ, നിങ്ങൾ അറിയാതിരിക്കുന്ന ക്യാഷ്. ഒന്നാമത്തെ ഏരിയ ഞാൻ പറയാം, നിങ്ങളുടെ ലീഡ് വെൽത്ത്. ലീഡ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന എല്ലാ ലീഡുകളും, നിങ്ങളെ സംബന്ധിച്ചോളം ആ ലീഡുകളെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇൻക്രീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് ബിസിനസ്സിന് ലീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്ട്സ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാനുള്ള ആൾക്കാരെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ലീഡ് എന്ന് വിളിക്കുവാണ്. അപ്പൊ ആ ലീഡുകൾ നിങ്ങൾ 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, പല രീതിയിൽ ഇൻക്രീസ് ചെയ്യാം. ചിലപ്പോൾ ആഡിലൂടെ ഇൻക്രീസ് ചെയ്യാം. ആ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഗുണമാണ്. റീസെന്റ് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞാൽ ഞാൻ 1 ലക്ഷം രൂപ ഫേസ്ബുക്ക് ആഡിന് വേണ്ടി മുടക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. എന്താണ് ഒബ്വിയസ്ലി ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്തായിരിക്കും ചെയ്യേണ്ടത്? 2 ലക്ഷം രൂപ ഫേസ്ബുക്ക് ആഡിൽ മുടക്കുക, എന്നിട്ട് 20 ലക്ഷം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലീഡ് വെൽത്ത് ആണിത്, ലീഡ് വെൽത്ത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ലീഡുകൾ വന്നു. ഈ ലീഡുകൾ വന്നാലും അവരുമായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാറില്ല, എല്ലാവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറില്ല, പലപ്പോഴും കിട്ടാറില്ല, പലപ്പോഴും ആൾക്കാർ ബിസിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആൾക്കാരെ വിളിക്കാൻ നമ്മൾ നോക്കി, അവർ ആൻസർ ചെയ്തില്ല, അപ്പോഴേ തീർന്നു, പരിപാടി നിർത്തി. നമ്മളെ സംബന്ധിച്ചോളം ഓക്കെ. എസ്പെഷ്യലി സി പ്ലെയർ ഡി പ്ലെയറും ആണെങ്കിൽ കമ്പനിയിൽ, ബി പ്ലെയർ സി പ്ലെയർ ഡി പ്ലെയറും ആണ് കമ്പനി എന്നുണ്ടെങ്കിൽ അതങ്ങ് തീർന്നു, പരിപാടി കഴിച്ചു. കോണ്ടാക്ട് വെൽത്ത് ആണ്, കോണ്ടാക്ട് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഇതിലുള്ള ആൾക്കാരെ എല്ലാ ആൾക്കാരുമായിട്ടും സംസാരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ എല്ലാവരും പറ്റണമെന്നില്ല, വലിയ കമ്പനി ആണെങ്കിൽ, പക്ഷെ സംസാരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. സംസാരിക്കുന്ന കാര്യമാണ് കോണ്ടാക്ട്. മൂന്നാമത്തെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺവെർസേഷൻ വെൽത്ത് ആണ്. കോൺവെർസേഷൻ വെൽത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ അവരുടെ അടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ, നിങ്ങളുടെ സർവീസിന്റെ സെയിൽസ് പിച്ച് ചെയ്തു. ആ സെയിൽസ് പിച്ച് ചെയ്തെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ചോളം കോൺവെർസേഷൻ വെൽത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അവരുമായിട്ട് കോൺവെർസേഷൻ ചെയ്തു. മറ്റേ എടുത്താൽ ഞാൻ തിരക്കാം കേട്ടോ, എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റും, നാളെ വിളിക്കുക. നാളെ നമ്മൾ വിളിച്ചില്ല, നാളെ വിളിച്ചാൽ നാളെ കഴിഞ്ഞ് വിളിക്കുക. കോൺവെർസേഷൻ ആയിട്ടില്ല, ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ കോൺവെർസേഷൻ വെൽത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ എത്ര ആൾക്കാരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം വെച്ചാൽ ക്ലോസിംഗ് വെൽത്ത്. ക്ലോസിംഗ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഗ്രാജുവൽ ആയിട്ട്, ക്യുമുലേറ്റീവ് ആയിട്ട്, ഒരുമിച്ച് ഇൻഡിപെൻഡന്റ്ലി എല്ലാം ഗ്രോ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ക്ലോസിംഗ് വെൽത്ത് എന്ന് പറഞ്ഞാൽ. എല്ലാ ബിസിനസ്സുകൾക്കും കൂടുതൽ ക്ലോസിംഗ് ആകാം. നിങ്ങളുടെ ക്ലോസിംഗ് 10% കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് 10% കൂടുവാണ്. പ്രോഫിറ്റ് ആണ് പ്യൂർലി കൂടുന്നത്.
കാരണം വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടിയോ, മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂടിയോ? ഇല്ല. അതുകൊണ്ട് ഏതൊരു ബിസിനസ്സിലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് കൂട്ടുക എന്നുള്ളതാണ്. ക്ലോസിംഗ് വെൽത്ത് ആണ്. നിങ്ങളുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ഒരു 10% കൂട്ടിയാൽ മതി. നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള 90 ഡേ വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട് സെയിൽസിനെ കുറിച്ച്. അതിനകത്ത് ക്ലോസിങ്ങിനെ കുറിച്ച് തന്നെ 12 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് 10% നിങ്ങളുടെ ടീമിന്റെ സെയിൽസ് ടീമിന്റെ ക്ലോസിംഗ് കൂട്ടാൻ പറ്റും. ക്ലിയർ ആണോ? അടുത്ത കാര്യം വെച്ചാൽ, നിങ്ങൾ സാധാരണഗതിയിൽ ബിസിനസ് ഒരാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു അപ്സെൽ ചെയ്യാം, അവർക്കൊരു പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം സെല് ചെയ്യാം, ഒരു ഡൗൺ സെൽ ചെയ്യാം, നോൺ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം സെല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മേടിച്ച ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണമെന്ന് ചോദിക്കാം. ക്ലിയർ ആണോ? മേടിക്കാത്ത ആൾക്കാർക്ക് ഡൗൺ സെൽ ചെയ്യാം, കുറച്ചുകൂടെ താഴെയുള്ള പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഈ 2 ആൾക്കാർക്കും ക്രോസ് സെൽ ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ്, അവർ മേടിച്ചതിന് സിമിലർ ആയിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് ആമസോണിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ തൊപ്പി മേടിക്കുവാണെങ്കിൽ ആ തൊപ്പി കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെ ഈ വടി കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും എന്ന് പറയുന്നത് ക്രോസ് സെല്ലിംഗ് ആണ്. ക്ലിയർ ആണോ? അപ്സെൽ, ക്രോസ് അപ്സെൽ, ഡൗൺ സെൽ, ക്രോസ് സെൽ വെൽത്ത് ആണത്. അത് നിങ്ങൾ ഹിഡൻ ആയിട്ട് ബിസിനസ് ഇരിക്കുന്ന ഒരു വെൽത്ത് ആണ്. അപ്സെൽ ഉണ്ട്, ഡൗൺ സെൽ ഉണ്ട്, ക്രോസ് സെൽ ഉണ്ട്. 3 വെൽത്ത് ആണ്. ഇനി അടുത്ത 6ാമത്തെ വെൽത്ത്, അത് കഴിഞ്ഞ ഫൈനൽ വെൽത്ത്. അത് കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ മറ്റൊരു ഡീപ്പർ ലെവൽ കോൺവെർസേഷനിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അതിന് മുമ്പായിട്ട് റേവിംഗ് ഫാൻ റീപർച്ചേസ്. നിങ്ങൾ റേവിംഗ് ഫാൻസിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ റേവിംഗ് ഫാൻ റീപർച്ചേസ് വെൽത്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അടുത്തൊന്നും മേടിക്കാതിരിക്കാൻ ആൾക്കാർക്ക് പറ്റില്ല. കാരണം നിങ്ങൾ അത്രമാത്രം സിൻസിയർ ആയിട്ട്, അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ മറ്റാൾക്കാർക്ക് കൊടുക്കുന്നത്, നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത്. അങ്ങനെ വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാരെ പിന്നെയും വന്ന് റീപർച്ചേസ് ചെയ്യുവാണ്. അതൊരു വെൽത്താണ് ബിസിനസ്സിൽ. നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഇച്ചിരി കുറച്ച് കൊടുത്തു, ഇവനൊക്കെ ഇത്രയൊക്കെ ആത്മാർത്ഥം കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ആൾക്കാരെ റീപർച്ചേസ് ചെയ്യല. അപ്പൊ ആ വെൽത്ത് നമുക്ക് നഷ്ടപ്പെടുവാണ്. 6ാമത്തെ കാര്യം. ഫൈനൽ കാര്യം വെച്ചാൽ റെഫറൽ വെൽത്ത് ആണ്. നിങ്ങൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുവാണെങ്കിലും, നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലും സർവീസ് യൂസ് ചെയ്യുവാണെങ്കിലും എക്സെപ്ഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരും. അവർ നിങ്ങൾ വേറെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു വിടും. അതാണ് റെഫറൽ വെൽത്ത്. 7 ബോട്ടം ലൈൻ വെൽത്തുകളാണ്. ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന 7 ബോട്ടം ലൈൻ വെൽത്തുകളാണ്. നിങ്ങളുടെ ബോട്ടം ലൈൻ ഇൻക്രീസ് ചെയ്യുന്ന, നിങ്ങളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന, നിങ്ങളുടെ ബിസിനസ്സിനെ ലീപ് ഫോർവേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ 7 വെൽത്തുകൾ. എന്നെ സംബന്ധിച്ചോളം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 100 കോടി രൂപയുടെ ഒരു കമ്പനിയുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 3 കാര്യങ്ങൾ ചെയ്ത് ആ കമ്പനിനെ 200 കോടിയിലേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്. 3 കാര്യങ്ങൾ ചെയ്താൽ, 7 കാര്യം വേണ്ട, 3 കാര്യങ്ങൾ. റീസെന്റ് ലീഡ് ഈ പറഞ്ഞ പോലെ ഇൻക്രീസ് ചെയ്തു, ക്ലോസിംഗ് ഇൻക്രീസ് ചെയ്തു, റീപർച്ചേസ് ഇൻക്രീസ് ചെയ്തു. ഈ 3 കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം ബിസിനസ് ഇരട്ടിയാക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ ചെയ്ത്, അങ്ങനെയാണെങ്കിൽ 7 കാര്യം നിങ്ങൾ വർക്ക് ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ പോസിബിലിറ്റി? ക്ലിയർ ആണോ? അപ്പൊ ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഈ സ്ട്രാറ്റജിയുടെ പവർ ഇരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു സെഗ്മെന്റ് 5 സ്പെസിഫിക് ആയിട്ടുള്ള ഹിഡൻ ക്യാഷ് വെൽത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവാണ്. 5 ഹിഡൻ ക്യാഷ് വെൽത്തിനെ കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഏറ്റവും കോർ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരിക്കലും ഇമാജിൻ ചെയ്തില്ലാത്ത ചില വെൽത്തുകൾ നിങ്ങൾക്കുണ്ട്. ആ വെൽത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ 5 ഹിഡൻ ക്യാഷ് വെൽത്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ബിസിനസ്സുകാരെന്ന രീതിയിൽ. കാരണം നിങ്ങൾക്ക് ക്യാഷ് ബിസിനസ്സിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുവരാം, മാജിക്കലി കൊണ്ടുവരാൻ പറ്റുന്ന 5 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ സ്റ്റെപ്പ്, ക്യാഷ് വെൽത്ത് ഫ്രം ഇൻവെന്ററി. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻവെന്ററി നിങ്ങൾക്ക് അവിടെ കിടക്കുവാണ്. ആ ഇൻവെന്ററി അവിടെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 5% മാർജിനുള്ള ഇൻവെന്ററി ആയിരിക്കാം. പക്ഷെ നിങ്ങൾ 10% ഓടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10% ഓടി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് പക്ഷേ 10% നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ 5% 2 വർഷം ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം എന്താ സംഭവിച്ചത്? 20% നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് 10% മാർജിനേ ഉള്ളൂ, 10% നിങ്ങൾ നഷ്ടത്തിലായി. നിങ്ങൾ ഇത് റിയലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പോകാതെ കിടക്കുന്ന ഇൻവെന്ററീസിനെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് ആയിട്ട് റേറ്റിന് സെൽ ഓഫ് ചെയ്യാം, നഷ്ടം വന്നാൽ പോലും. കാരണം നിങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ നഷ്ടത്തിലേക്ക് നിങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. ക്ലിയർ ആണോ? അതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ക്യാഷ് വെൽത്ത് ഫ്രം ഇൻവെന്ററി. പ്രീപെയ്ഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 2ാമത്തെ പ്രിൻസിപ്പിൾ ആണ്. പ്രീപെയ്ഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അടുത്ത 1 വർഷത്തേക്ക് ആൾക്കാർ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങൾ, എല്ലാവർക്കും ഇത് പറ്റില്ല, വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് അതിനകത്ത് താല്പര്യം ഉണ്ടാവുള്ളൂ. അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാ വർഷവും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെറ്റ്സ് സേ അവർ 1 കോടി രൂപയുടെ പർച്ചേസ് ആണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 വർഷം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം, നിങ്ങൾ ഈ വർഷത്തെ മുഴുവൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞാൻ 95 ലക്ഷം രൂപയ്ക്ക് തരാം. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു പക്ഷേ ക്യാഷ് റിസർവ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും അല്ല, എനിക്കറിയാം 90% ആൾക്കാരും കാണില്ല, പക്ഷേ 10% ആൾക്കാർ ഉണ്ടാകാം ക്യാഷ് റിസർവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് 5% ഡിസ്കൗണ്ട് കിട്ടുവാണ്.
അല്ലെ 10% ഡിസ്കൗണ്ട് കിട്ടുകയാണ്, നിങ്ങൾക്ക് 20% മാർജിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുവാണ്, ക്യാഷ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുവാണ്. ഇപ്പോൾ 80 ലാക്സിന്റെ സാധനം നമുക്ക് 90 ലാക്സ് കിട്ടി. അത് മാത്രമല്ല നേരത്തെ കിട്ടി, പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുമ്പേ കിട്ടി. ഇതാണ് പ്രീപെയ്ഡ് ഡിസ്കൗണ്ട്. ഒരുപാട് ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നടക്കുന്നത്. സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിൽ പുറത്ത് പൈസ കിടക്കുവാണ്. ഇപ്പൊ നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 0 ആണ് കിട്ടിയേക്കുന്നത്, അല്ലെ? ലെറ്റ്സ് സേ ഇപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ക്ലയന്റുകൾ, ചില ആൾക്കാർ പറയും 10 കോടി രൂപയുടെ മാർക്കറ്റിൽ പൈസ കിടക്കുന്നുണ്ട്. ഈ 10 കോടി രൂപയിൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല, മൊത്തം പോയി കിടക്കുവാണ്. അപ്പൊ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ പൈസ മുഴുവൻ മേടിച്ചെടുക്കണം. ചില ആൾക്കാർ ചില പൈസ ഗിവ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് അവരോട് എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളോട് ബിസിനസ് ചെയ്തു, നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എനിക്ക് ഈ പേയ്മെന്റ് 60 ഡേയ്സിനുള്ളിൽ തരുവാണെങ്കിൽ, 60 ഡേയ്സിൽ 30 ഡേയ്സ് തരുവാണ്, അല്ല ഇപ്പം തരുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് 75% തന്നാൽ മതി. 10 കോടി രൂപയ്ക്ക് 10 കോടി രൂപയിൽ 10 കോടി രൂപ മുഴുവനായിട്ട് ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യമല്ല. ലെറ്റ്സ് സേ 1 ലക്ഷം രൂപ തരാനുണ്ടെങ്കിൽ നിങ്ങൾ 75,000 രൂപ തന്നാൽ മതി. ഈ പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യമുണ്ട്, ഒരു രക്ഷയില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഒരുപാട് വീക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് തരണമെന്നേ ഇല്ല, കാരണം ബിസിനസ് നിർത്തി പോകണം, പിന്നെ ഇതിനെ തരുന്നതെന്ന് അവർ വിചാരിക്കും. പക്ഷെ ഞാൻ ഒരു ഹെവി ഡിസ്കൗണ്ട് തരാം. അതാണ് സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്. സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ആകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ സെറ്റിൽ ചെയ്യുക, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഹെവി ആയിട്ട് ഡിസ്കൗണ്ട് തന്നേക്കാം. എങ്ങനെയെങ്കിലും കിട്ടുന്ന പൈസ മേടിച്ച് നിങ്ങൾക്ക് ഊരാൻ പറ്റുവാണ്. ക്ലിയർ ആണോ? ആ സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് തന്നെ പല രീതിയിൽ ഞാൻ ആൾക്കാർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചില കേസിൽ ഈ പറഞ്ഞ രീതിയിൽ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാധനത്തിൽ ചിലപ്പോൾ 50% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് കിട്ടിയാലെന്ന് ഉറപ്പാണെങ്കിൽ 50% കിട്ടുന്നതാണല്ലോ നമ്മളെ സംബന്ധിച്ചോളം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ തിരിച്ചു വരുന്നതല്ലേ നമുക്ക് നല്ലത്, എസ്പെഷ്യലി ഹൈ മാർജിനുള്ള സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ, നമുക്ക് മുന്നോട്ട് പോകാൻ ക്യാപിറ്റൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ക്യാഷ് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട്, നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇടാനായിട്ട് നമുക്ക് ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ലെവലിൽ, നിങ്ങളെ സംബന്ധിച്ചോളം ഇ കൊമേഴ്സ് കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള കമ്പനികളാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ മാസവും ഇത്ര പ്രെഡിക്റ്റബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ആ പ്രെഡിക്റ്റബിൾ പർച്ചേസിന് നിങ്ങളെ സംബന്ധിച്ചുള്ള ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അതാണ് ആ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ റവന്യൂ കൂടുവാണ്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചോളം എല്ലാ മാസവും കിട്ടുന്നതിന് അവർക്ക് ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, അവരെ നമ്മുടെ അടുത്ത് നിന്ന് പോകാനുള്ള പ്രോബബിലിറ്റി കുറയുവാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് സ്റ്റഡി ആയിട്ടൊരു കസ്റ്റമറെ നമ്മുടെ കൂടെ കീപ്പ് ചെയ്യാൻ പറ്റുവാണ്. അതിന് ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് വേസ്റ്റ് മിനിമൈസേഷൻ. നിങ്ങൾ ഏത് ബിസിനസ് എടുത്താലും, എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും എത്ര വലിയ ബിസിനസ് ആണെങ്കിലും, ഐ കൻ ഗ്യാരണ്ടി വേസ്റ്റ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ വേസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത് സിസ്റ്റത്തിലുള്ള വേസ്റ്റ്. നമ്മളെ സംബന്ധിച്ചാലും നമ്മളെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന ഒരുപാട് വേസ്റ്റുകളുണ്ട്. ആ വേസ്റ്റുകൾ നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് നിങ്ങൾ എല്ലാ മാസവും അല്ലെ എല്ലാ 3 മാസവും നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് എവിടെയാണ് ചിലപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഇൻവെന്ററി അൺനെസസറി ആയിട്ട് ഓർഡർ ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ടാവും, എവിടെയാണ് പ്രോസസ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തത്, എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം എന്തൊക്കെ മെറ്റീരിയൽസ് വേസ്റ്റ് ആയി പോകുന്നുണ്ട്, എക്യുപ്മെന്റ് അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് 10 കോടിയല്ല അത് കൂടുതൽ എമൗണ്ട് എൻ്റെ ക്ലയൻസ് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ 5 സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഹാൻഡ് റേസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കമ്പനി ഞാൻ ഈ പറഞ്ഞ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നിങ്ങളുടെ കമ്പനി 20 to 50% ഈ വർഷം ഗ്രോ ചെയ്യാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈബുക്ക് ചെയ്യുക. നീ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ക്ലിയർ ആണ്. ഓക്കെ, ഓസം. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇനി നിങ്ങളുടെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഈ വീഡിയോയുടെ ക്രക്സ് ആയിട്ടുള്ള പോയിന്റിലേക്ക് കയറുവാണ്. റെഡിയാണോ? ക്രക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ക്രക്സ് എന്ന് എങ്ങനെയാ സ്പെല് ചെയ്യുന്നത്? അങ്ങനെ CRUX. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ഡീപ്പായിട്ടുള്ള 3 ഹിഡൻ വെൽത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഉപയോഗിച്ച് ഒരാള് ഒരു $1 ബില്യൺ ടൈപ്പ് കമ്പനി, ഞാൻ എൻ്റെ സീക്രട്ട് റിവീൽ ചെയ്യുന്നില്ല, ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ആള് ഒരു $1 ബില്യൺ ടൈപ്പ് കമ്പനി ഉണ്ടാക്കി ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച്. ഓക്കെ, ആ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഓക്കെ, റെഡി അല്ലേ? കണക്ഷൻസ്. 3 ടൈപ്പ് ഓഫ് അസറ്റ്സിൽ ഒന്നാമത്തെ ടൈപ്പ് അസറ്റ് കണക്ഷൻ. നിങ്ങളൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട്, ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, അതിനകത്ത് നിങ്ങളുടെ കണക്ഷൻസ് എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ആരൊക്കെയാണ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾ അറിയുന്ന ആൾക്കാർ, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ റോൾ മോഡലായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ ഒരു വലിയ ലിസ്റ്റ് എഴുതുക. രണ്ടാമത് നിങ്ങൾ വേറൊരു പേപ്പർ എടുത്തിട്ട്, അപ്പോൾ 1, 2, 3 പേപ്പർ എടുത്തോ, ഈ പറഞ്ഞ ഒരു കാര്യത്തിന് കണക്ഷന് വേണ്ടി തന്നെ വേറൊരു സെറ്റ് ഓഫ് പേപ്പറിൽ നിങ്ങൾ എഴുതുക നിങ്ങളുടെ സ്കില്ലുകൾ, നിങ്ങൾക്കുള്ള സ്കില്ലുകൾ. ചിലപ്പോൾ സെയിൽസ് സ്കില്ലുണ്ടാവും, മാർക്കറ്റിംഗ് സ്കില്ലുണ്ടാവും,
നെഗോഷിയേഷൻ സ്കില്ലുണ്ടാവും, ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പഠിച്ച ചില സ്കില്ലുകളുണ്ടാവും, ചിലപ്പോൾ പീപ്പിളിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവും, അല്ലെങ്കിൽ പല സ്കില്ലുകളുണ്ടാവും. നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നിങ്ങൾ പറയും എനിക്കൊരു സ്കില്ലും ഇല്ല, അങ്ങനെ നേരത്തെ തീരുമാനിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓപ്പൺ ആവണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്കില്ലുകളുണ്ട്, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് സ്കില്ലുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഒരാഴ്ച സമയം എടുക്കുക, ഒരു മാസം വേണം എടുത്തോളുക. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഈ പേപ്പറുമായിട്ട് എവിടെ പോയാലും ഈ പേപ്പറുമായിട്ട് പോവുക. ഇത് നിങ്ങളുടെ വെൽത്ത് ജേണലാണ്. ഈ വെൽത്ത് ജേണലിൽ 3 പേപ്പറുണ്ട്. ഒരെണ്ണം കണക്ഷന് വേണ്ടി, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ, പുതിയ പുതിയ ആൾക്കാരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്കില്ലിന് വേണ്ടി വേറൊരു പേപ്പർ, അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന സ്കില്ലുകൾ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. സംസാരിക്കാനുള്ള സ്കില്ല്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ അതൊരു സ്കില്ലാണ്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ ഇവൻ മലയാളം സംസാരിക്കാനുള്ള സ്കില്ലും ഒരു സ്കില്ലാണ്. മലയാളികളായിട്ടുള്ള ലോകത്ത് മലയാളം ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയാൻ പറ്റുവാണെങ്കിൽ അത് വേറൊരു സ്കില്ലാണ്. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ സ്കില്ലുകളുടെ ഒരു കളക്ഷൻ എഴുതുക. 3ാമത്തെ പേപ്പറിൽ നിങ്ങളുടെ നോളജ്, നിങ്ങൾക്കുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ്, ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജുകളുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചുമ്മാ നമ്മൾ ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുമല്ല, നിങ്ങൾ എന്നിട്ട് ഈ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ ഈ സ്കില്ലുകളെല്ലാം എഴുതിയോണ്ടേ ഇരിക്കുകയാണ്. പുതിയ പുതിയ ഐഡിയകൾ വന്നുകൊണ്ടിരിക്കുക. ആ സ്കില്ലുണ്ട്, ഈ കണക്ഷനുണ്ട്, ഈ നോളജ് ഉണ്ട്, ഈ സ്കില്ലുണ്ട്, ഈ കണക്ഷനുണ്ട്, ഈ നോളജ് ഉണ്ട്. ഈ സാധനം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലുണ്ട്, യൂസ്ലെസ് ആയിട്ടുള്ള സ്കില്ലുണ്ട്. എന്നാ ചോദിച്ചാൽ വട്ട് കളിക്കാൻ അറിയാം, തൽക്കാലം വട്ട് കളിക്കാൻ അറിയാമെന്ന്, ഇങ്ങനെയാണല്ലേ വട്ട് കളിക്കുന്നത്, ഇങ്ങനെ. ഓക്കെ, ആ സ്കില്ല് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അതേസമയം യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണ്, യൂസ്ഫുൾ അല്ലാത്ത എന്താണ്, മറ്റൊരു രീതി പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ എന്താണ്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്കിൽ എന്താണ്, നിങ്ങൾ കണ്ടുപിടിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ എന്താണ്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്കിൽ എന്താണ്, ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഇമ്പോർട്ടൻറ്റ് സ്കില്ലുകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങളുടെ സീക്രട്ട് വെൽത്ത് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളജുകൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ക്ഷമയോടുകൂടി ഇരിക്കുക. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ക്യൂസ്, കുറച്ച് സമയമായി വിശക്കുന്നൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. വെള്ളം കുടിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോയി വാച്ച് ചെയ്യാനുള്ള 30 സെക്കൻഡ് വെച്ച് മാറ്റിക്കൊണ്ടിരിക്കേണ്ടതല്ലേ, എനിക്ക് എല്ലാം ക്ലിയറായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സ്കില്ലുകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് ലിസ്റ്റ് എഴുതുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്യുക. നിങ്ങളുടെ നോളജ് എല്ലാം കൂടെ എടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാര്യത്തെക്കുറിച്ചുള്ള നോളജ്. സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലേ? കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം, നിങ്ങൾക്ക് ആരൊക്കെ അറിയാം, ആ ഒരു ലെവലിലുള്ള അതിൻ്റെ ലിസ്റ്റാണ്. ഈ 3 ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിച്ച് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്പെസിഫിക്കലി എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ നമ്മൾ അപ്പുറത്തോട്ട് പോകണം, എനിക്ക് അപ്പുറത്തോട്ട് പോയി കാണിക്കണം. അപ്പുറത്തോട്ട് നടക്കാനായിട്ടൊക്കെ ഇച്ചിരി പാടാണ്, എന്നാലും ഞാൻ നടന്നു പോയി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഓക്കെ, പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫൈനൽ പോയിന്റ് കൂടെ പറയാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലയൻറ്റ് വെൽത്ത് എന്താണ്? ക്ലയൻറ്റ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ക്ലയൻറ്റിനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ക്ലയൻറ്റ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ നിങ്ങളുടെ ക്ലയൻറ്റ് ആയ സമയത്ത് അവരിവിടെയായിരുന്നു. അവർ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ അവരിവിടെയാണ്. ക്ലയൻറ്റിൻ്റെ നീഡുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കസ്റ്റമറുടെ നീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കസ്റ്റമർ സ്റ്റാറ്റിക് അല്ല, അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു ഹിഡൻ ആയിട്ടൊരു വെൽത്ത് ഉണ്ട്. ഇത് ഞാൻ മിസ് ചെയ്തെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾ മറക്കാതെ പറയുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ക്ലയൻറ്റിൻ്റെ ആ ജേർണി ട്രാക്ക് ചെയ്തിട്ട് അവരുടെ കറണ്ട് നീഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ജാക്ക് പോട്ടാണ്. ഈ ഒരു ഒറ്റ ഐഡിയ നിങ്ങളുടെ ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാം. അമേരിക്കയിൽ ബ്ലോക്ക് ബസ്റ്റർ എന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി $10 ബില്യൺ കമ്പനിയായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, 90 ഡേയ്സ് ലൈഫിൽ. അപ്പോൾ ആ $10 ബില്യൺ കമ്പനി ഇല്ലാതായി പോയത് ഇതുകൊണ്ട് മാത്രമാണ്. അവരെ സംബന്ധിച്ചുള്ള ക്ലയൻറ്റിൻ്റെ പാസ്റ്റ് നീഡിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചില കമ്പനികൾ വലിയ മിടുക്കരായിട്ട് വന്ന് ഫ്യൂച്ചർ നീഡിൽ വർക്ക് ചെയ്യും. സിലിക്കൺ വാലിയിൽ ഒരുപാട് കമ്പനികൾ പരാജയപ്പെട്ട് പോകാറുണ്ട്. കാരണം ക്ലയൻറ്റിൻ്റെ നീഡ് അവിടെ എത്തിയിട്ടില്ല. അതിന് വേ ഹെഡാണ്. പൈനിയേഴ്സ് ഗെറ്റ് ആരോ എന്ന് പറഞ്ഞേക്കുന്ന ഒരു മെറ്റഫറുണ്ട് സിലിക്കൺ വാലിയിൽ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗതിയിൽ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർക്ക് അമ്പ് കിട്ടും, അല്ലേ? അമ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. അമ്പ് ഇങ്ങനെ പൊക്കിയിടുന്നില്ലേ, പല സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഈ പറഞ്ഞ പോലെ. അപ്പൊ അമ്പുകൾ ഇങ്ങനെ വരുന്നത് ആദ്യം കയറുന്ന ആരടുത്താണ്, ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന അടുത്താണ്. ഈ അമ്പ് എറിഞ്ഞിട്ട് ഈ അമ്പ് വീണിട്ട് രണ്ടാമത് വരുന്ന ആൾക്കാരാണ് ബേസിക്കലി ജയിക്കുന്നത്. അങ്ങനെയാണ് ഗൂഗിളുകൾ ഉണ്ടായത്, മൈക്രോസോഫ്റ്റ് ഉണ്ടായത്. കാരണം ആദ്യം വന്ന ആൾക്കാർക്ക് അമ്പ് ചെയ്ത് അവർ വീണുപോയി, അവരെ കുറിച്ച് നമ്മൾ കേൾക്കുക പോലും ഇല്ല. രണ്ടാമത് വരുന്ന ആൾക്കാർ, അതായത് അമ്പൊക്കെ തീർന്നിരിക്കുന്ന സമയത്ത് വരുന്ന ആൾക്കാർ, അവരാണ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്.
ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് കസ്റ്റമറുടെ നീഡിനെ ട്രാക്ക് ചെയ്യുന്നത്. പീറ്റർ ഡക്കർ എന്ന് പറഞ്ഞ ലോകത്തിലെ ബിസിനസിനെ കുറിച്ചുള്ള ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന ആള്. ഇപ്പം ആളില്ല. അപ്പൊ ആള് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആളുടെ ഒരു ബുക്കിൽ ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്, ഒരു പക്ഷേ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്ന ഒരു വായിച്ചു നോക്കാവുന്ന ഒരു ബുക്കാണ്. അതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞ സാധനം കുറേ കാലം മുമ്പ് കണ്ടുപിടിച്ചു. പക്ഷേ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലഗ് കണ്ടുപിടിച്ചിട്ടില്ല. വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചു, അപ്പൊ ഇത് വെച്ച് തുണി അലക്കാന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഈ വാഷിംഗ് മെഷീന്റെ പ്ലഗ് കുത്തി കുറച്ച് ആൾക്കാർ മരിച്ചുപോയി. കാരണം ഈ പ്ലഗ് ഈ പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് പോയി പിരിച്ചു പിടിപ്പിക്കണം. കാരണം ഇങ്ങനെ ഈ പ്ലഗ് ഇൻവെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ പിരിച്ചു പിടിപ്പിച്ച് കുറെ ആൾക്കാർ മരിച്ചു പോയിട്ട് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞ എൻ്റെ ആയിട്ടുള്ള ബിസിനസ് ഡിലേഡ് ആയി കുറെ കാലം കൂടെ. ഇതാണ് പയനിയേഴ്സ് ഇതാകുന്നത്. അപ്പൊ നിങ്ങൾ കസ്റ്റമറിന്റെ നീഡിന്റെ മുന്നിലായിരിക്കരുത്. കുറച്ച് മുന്നിലാകുന്നതിന് കുഴപ്പമില്ല, ഒരുപാട് മുന്നിലാകരുത്. കസ്റ്റമേഴ്സിന്റെ നീഡിന്റെ ഒരുപാട് പിന്നിലുമാകരുത്. കസ്റ്റമേഴ്സിന്റെ നീഡിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു സീക്രട്ട് ആയിട്ടുള്ള വെൽത്താണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഫൈനൽ ആയിട്ടൊരു പോയിന്റ്, നമ്മുടെ ഏറ്റവും കീ ആയിട്ടുള്ള പോയിന്റ്, നമ്മളെ സംബന്ധിച്ചോളം എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ നോളജ്, അതുപോലെ നിങ്ങളുടെ കണക്ഷൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അത് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള, വളരെ സൂപ്പർ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട് ഇത് മാറാനായിട്ട് മൈക്രോ ആൻഡ് മാക്രോ വെൽത്ത്. മൈക്രോ വെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം ചെറിയ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, സെല് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു ഹിഡൻ അസറ്റാണ്. നിങ്ങൾ അറിയാതിരിക്കുന്ന ഒരു അസറ്റാണ്. സെല് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ആ സെല് ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ട്, മറ്റാൾക്കാരെ പെർസ്യൂഡ് ചെയ്യാൻ കഴിവുണ്ട്, മറ്റാൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ കഴിവുണ്ട്, സെല് ചെയ്യാൻ കഴിവുണ്ട്. അതൊരു മൈക്രോ ലെവലില് വലിയൊരു അസറ്റാണ്. മാക്രോ ലെവലില്, ലാർജർ ലെവലില് ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാൻ അറിയുകയാണെങ്കിൽ, 10 കോടിയിലേക്ക്, 100 കോടിയിലേക്ക്, 1000 കോടിയിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ബിസിനസ് സ്കെയിലിങ്ങിനായിട്ടൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ അതും ഒരു പ്രധാനപ്പെട്ട വാല്യൂ ആണ്. ഓക്കെ, ഞാൻ ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഫൈനൽ പോയിന്റ് മറ്റേ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വെൽത്ത് ഇൻ പ്രൊഡക്ടിവിറ്റി. അത് നിങ്ങളോട് പറയാതിരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പിന്നെ പിണങ്ങും. കാരണം അതെന്തിയാ പറയാതിരുന്നത്? കാരണം എനിക്കത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരു 10% ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആകാം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആകാം, അല്ലെങ്കിൽ ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആകാം, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ആകാം. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച്, നിങ്ങളുടെ വീക്കസ്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഡിവിഷൻ കണ്ടുപിടിച്ചിട്ട്, ആ ഡിവിഷനെ നമുക്ക് ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം. അത് പീപ്പിൾ ആണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ കമ്പനികളിലും മാർക്കറ്റിംഗ് അണ്ടർ പെർഫോമിംഗ് ആണ്. നിങ്ങളെ സംബന്ധിച്ചോളം അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള മാർക്കറ്റിംഗുമായിട്ട് മോസ്റ്റ് കമ്പനികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എല്ലാ ആൾക്കാർക്കും, നിങ്ങൾ ബിസിനസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോയി ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ മാർക്കറ്റിംഗ് പോയി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വേറെ കാര്യം വെച്ചാൽ, നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഒരു ആഡ് ഫേസ്ബുക്കോ യൂട്യൂബോ അല്ലെങ്കിൽ പേപ്പറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ടീസ് ബോർഡോ, നിങ്ങൾക്ക് സക്സസ്ഫുൾ ഒരു ആഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആഡ് പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ട്, ആഡ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വർക്കായി, പക്ഷെ നിങ്ങൾ രണ്ടാമത് അത് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും ബിസിനസ്സുകൾ നമ്മൾ കാണുന്നതാണ്. കാരണം വെച്ചാൽ അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു ആഡ് ഉണ്ടാക്കി, അതിനുവേണ്ടി തിങ്കിങ് ഇട്ടു, എഫേർട്ട് ഇട്ടു, പക്ഷെ രണ്ടാമത് അടുത്ത ആഡ് ഇടുന്ന സമയത്ത് അവർ വീല് റീഇൻവെന്റ് ചെയ്യാൻ നോക്കുവാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യം വണ്ടി ഓടിക്കാൻ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പുതിയ വീൽ ഇൻവെന്റ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചുള്ള വണ്ടിക്കകത്ത് കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ പോയാൽ മതി, ഗിയർ മാറി പോയാൽ മതി, ഗിയറുള്ള വണ്ടിയാണെങ്കിൽ. അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് അങ്ങ് പോയാൽ മതി. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം മാർക്കറ്റിംഗിൽ എല്ലാ ആൾക്കാർക്കും ഹിഡനായിട്ടുള്ള അസൽസ് ഉണ്ട്. സെയിൽസ് ക്ലോസിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ആൾക്കാർക്കും ഇംപ്രൂവ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെയിൽസ് ക്ലോസിംഗ്. കാരണം സെയിൽസ് ക്ലോസിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എല്ലാ കമ്പനികൾക്കും പറ്റും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എത്ര നല്ല ക്ലോസിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് 5% ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, 10% ഇംപ്രൂവ് പറ്റും. ക്ലോസിംഗ് പൂർ ആണെങ്കിൽ 50%, 100% ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പ്രോസസ് ലെവലിൽ ഈ കാര്യം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസ്ക് റിവേഴ്സൽ കൊണ്ടുവരാം. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിനുമായിട്ട് വർക്ക് ചെയ്യുന്ന ഭയങ്കര റിസ്ക് ഫ്രീ ആക്കി മാറ്റാം. റിസ്ക് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വെൽത്ത് ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ ബിസിനസ് വർക്ക് ചെയ്യുന്ന റിസ്ക്കും ഇല്ല. നിങ്ങൾ ട്രൈ ചെയ്തോ, കീപ്പ് ചെയ്തോ. അമേരിക്കയിലുള്ള ഒരു സെയിൽസ് ക്ലോസ് തന്നെയുണ്ട്, ഒരു പട്ടിക്കുട്ടി, പപ്പി സെയിൽസ് ക്ലോസ് എന്നാണ് അതിന്റെ പേര്. എക്സാക്ട്ലി വേർഡ് നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ബേസിക്കലി എന്ന് വെച്ചാൽ ഇതൊരു പട്ടിക്കുട്ടിയെ തരുവാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ആ പട്ടിക്കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകോ, ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് പോയി, പിന്നെ അവരെ കുറിച്ച് കേൾക്കുക പോലും ഇല്ല. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് റിസ്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പോയിന്റ് ഓഫ് സെയിൽ, ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആ മൊമെന്റിൽ അവർക്കൊരു അപ്സെൽ ഉണ്ടോ?
അവർക്ക് വേറൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? കാരണം അവർ മേടിക്കാൻ റെഡി ആയിട്ട് ഓപ്പൺ ആയി നിൽക്കുന്ന സമയമാണ്. അവർക്ക് ചിലപ്പോൾ വേറൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുവാണ്. അത് മാത്രമല്ല ഫൈനലി നിങ്ങളുടെ റിസോഴ്സസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണോ? എൻറ്റയർ ആയിട്ടുള്ള $1 ബില്യൺ കമ്പനികൾ ഉണ്ടായ ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചോളം അണ്ടർ യൂട്ടിലൈസ് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത്. ഞാൻ എക്സാമ്പിൾ പറയാം. Airbnb വീടുകൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരുന്നു. പലരും റൂം ഉണ്ടാക്കി, റൂം വെറുതെ കിടക്കുവാണ്. കൊച്ചിയിലൊക്കെ ആണെങ്കിലും അല്ല, ലോകം മുഴുവനും ആൾക്കാർ വീടുകൾ ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ ആ റിസോഴ്സസ് എടുത്ത് യൂസ് ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, ഊബർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, നമ്മൾ കാർ ഉണ്ട്, പക്ഷെ കാർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ആ കാറ് ഉപയോഗിച്ച് വേറെ ആൾക്ക് വാല്യൂ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണ് അവർ ടാക്സിനെ ഡിസ്റപ്റ്റ് ചെയ്തത്, അല്ലേ? ശ്രദ്ധിച്ചു നോക്കി, റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ ആണ് ഒരു ഹിഡൻ ആയിട്ടുള്ള വെൽത്ത് ആണ് അവർ കണ്ടുപിടിച്ചത്. അവർ അതിൽ നിന്ന് $1 ബില്യൺ ഉണ്ടാക്കിയിട്ട് പോയി. ഇവിടെ അമേരിക്കയിൽ ടൂറോ എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനിയുണ്ട്. ആ കമ്പനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഇന്ത്യയിൽ നടക്കണമെന്നില്ല, പക്ഷെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷറി കാറുകൾ ആൾക്കാർക്ക് റെന്റ് കൊടുക്കും. ലക്ഷറി കാർ. അപ്പൊ എന്നെ സംബന്ധിച്ചാൽ എനിക്കൊരു ലക്ഷറി കാർ ഉണ്ടെങ്കിൽ എനിക്ക് ആ കാറ് വേറെ ആൾക്കാർക്ക് ലക്ഷറി പ്രൈസിന് റെന്റിന് കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്റെ ടൈം വാല്യുബിൾ അല്ലെങ്കിൽ, ഞാൻ ഊബർ ഡ്രൈവറിന് പോകുന്ന എനിക്ക് വാല്യുബിൾ അല്ലെങ്കിൽ എന്റെ വണ്ടി അവർക്ക് കൊടുക്കാം. അവരെ സംബന്ധിച്ചോളം അവരുടെ സമയം ഉപയോഗിച്ച് അത് ചെയ്യുവാണ്. ക്ലിയർ ആണ്? അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഫിസിക്കൽ റിസോഴ്സസ് ഉണ്ട്, വീട്, കാറ്, ഫിസിക്കൽ റിസോഴ്സസ്, അല്ലെ ഹ്യൂമൻ റിസോഴ്സസ് നിങ്ങൾക്ക് ലെവറേജ് ചെയ്യാം. അപ്പൊ അത് എന്റെ ബിസിനസ് എങ്ങനെ റിലവന്റ് ആകുന്നത്? നിങ്ങളുടെ എക്യുപ്മെന്റ്സ്, നിങ്ങളുടെ പീപ്പിളിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം എന്റെ ഫൈനൽ പോയിന്റിലേക്ക് കയറാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റാനായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏറ്റവും ലാസ്റ്റിലേക്കാണ് സേവ് ചെയ്തത്. അതാണ് പറഞ്ഞാണ് നമ്മൾ ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. റെഡി ആണെങ്കിൽ റെഡി ഫോർ ദ ഫൈനൽ ടേക്ക്? യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഹൊറിസോണ്ടൽ വെൽത്ത്, വെർട്ടിക്കൽ വെൽത്ത്, ജോമെട്രിക്കൽ വെൽത്ത്, ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തോട്ട് വരാം. ഓക്കെ, സീ യു സൂൺ. അപ്പൊ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഹൊറിസോണ്ടൽ വെൽത്ത്, വെർട്ടിക്കൽ വെൽത്ത്, ജോമെട്രിക്കൽ വെൽത്ത്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഹൊറിസോണ്ടൽ വെൽത്ത്, എന്താണ് വെർട്ടിക്കൽ വെൽത്ത്, എന്താണ് ജോമെട്രിക്കൽ വെൽത്ത്? അപ്പൊ 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണക്ഷൻസ് ആണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ നോളജ് ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ നോളജ് ആണ്, മൂന്നാമത്തെ സ്കില്ലാണ്. അപ്പൊ CSK. അപ്പൊ CSK. ക്ലിയർ ആണോ? നിങ്ങളുടെ 3 സ്കിൽ സെറ്റുകളാണ്, 3 സ്ട്രെങ്തുകളാണ്, 3 ഹിഡൻ അസറ്റ്സ് ആണ്. ഇതിനെ നിങ്ങൾ ഹൊറിസോണ്ടലി കണക്ട് ചെയ്യുക. നിങ്ങളുടെ കണക്ഷനെ, നിങ്ങളുടെ സ്കില്ലിനെ, നിങ്ങളുടെ നോളജിനെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഹൊറിസോണ്ടലി നിങ്ങൾ വെൽത്ത് ഉണ്ടാക്കി. അപ്പം ഇത് ലോകത്തിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ വരും. ചില ആൾക്കാർക്ക് നിങ്ങളുടെ വേറെ ആളുടെ കണക്ഷൻ യൂസ് ചെയ്തു. ഓക്കെ, ചിലപ്പോൾ അവരൊരു ഇൻവെസ്റ്റർ ആയിട്ട് വന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്കില്ല് യൂസ് ചെയ്തു, വേറൊരാളുടെ നിങ്ങളുടെ തന്നെ നോളജ് യൂസ് ചെയ്തു. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങളുടെ കണക്ഷനും സ്കില്ലും, ഇങ്ങനെ 3 കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുവാണ്. അതായത് ഇതൊരു അസറ്റാണ്, ഇതൊരു അസറ്റാണ്, ഇതൊരു അസറ്റാണ്. അപ്പൊ ഈ 3 അസറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തപ്പം എന്ത് സംഭവിച്ചു? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെൽത്ത് നമുക്ക് ഉണ്ടായി കിട്ടി. ഹൊറിസോണ്ടൽ വെൽത്ത് ഉണ്ടായി. വെർട്ടിക്കൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ട്, നോളജ് ഉണ്ട്, സ്കില്ലുണ്ട്. കണക്ഷൻ ഉണ്ട്, നോളജ് ഉണ്ട്, സ്കില്ലുണ്ട്. കണക്ഷൻ ഉണ്ട്, നോളജ് ഉണ്ട്, സ്കില്ലുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം ഇത് ഹൊറിസോണ്ടലി വന്നതിന് പകരം നിങ്ങളുടെ ഒരു കണക്ഷനും വേറൊരാളുടെ സ്കില്ല്, വേറൊരാളുടെ നോളജ്, ഇതാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള വെൽത്ത്. വെർട്ടിക്കൽ ആയിട്ടുള്ള വെൽത്ത്. അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിക്കുക, കണക്ഷൻ ഉണ്ട്, നിങ്ങളുടെ കണക്ഷൻ ഉണ്ട്, വേറൊരാളുടെ സ്കില്ലുണ്ട്, വേറൊരാളുടെ നോളജ് ഉണ്ട്. വെർട്ടിക്കൽ ആയിട്ടുള്ള വെൽത്താണ്. ജോമെട്രിക്കൽ ആയിട്ടുള്ള വെൽത്ത് ഒരാൾ ഉണ്ടാക്കിയത്, അതിലൂടെ ഒരു $1 ട്രില്യൺ കമ്പനി ഉണ്ടായി. അതെങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു മനുഷ്യൻ കണക്ഷൻ ഉണ്ടായിരുന്നു, ആ കണക്ഷൻ എടുത്തിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആ കണക്ഷൻ ഉള്ള ആളുടെ പേര് സ്റ്റീവ് എന്നായിരുന്നു. ഈ സ്റ്റീവ് എന്ന് പറഞ്ഞ സ്റ്റീവ് W എന്നായിരുന്നു ആളുടെ പേര്. ഈ സ്റ്റീവ് Wന് ഒരു സ്കിൽ ഉണ്ടായിരുന്നു, കോഡിങ് സ്കിൽ ഉണ്ടായിരുന്നു. കോഡ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. കൊള്ളാം. അപ്പം സ്റ്റീവിന് ഒരു കണക്ഷൻ ഉണ്ട്, അയാൾക്കൊരു സ്കില്ലുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കണ്ടപ്പോഴത്തേന് നമ്മുടെ ഈ ചങ്ങാതി വിചാരിച്ചു ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഒരാളാണ്. അപ്പൊ ആള് വിചാരിച്ചു ഈ പറഞ്ഞ പോലെ ആള് വിചാരിച്ചു എനിക്ക് ഈ കണക്ഷനും ഈ ആളുടെ സ്കില്ല് ഉപയോഗിച്ച് എനിക്ക് ഒരു കമ്പനി തുടങ്ങാം. അങ്ങനെ പുള്ളിക്കാരനൊരു കമ്പനി പോയി തുടങ്ങി. ആ കമ്പനിയുടെ പേരാണ്, അതൊരു ഫ്രൂട്ട് കമ്പനിയായിരുന്നു. ആ ഫ്രൂട്ട് കമ്പനിയുടെ പേരാണ്
ആപ്പിൾ. അപ്പൊ എന്താണ് സംഭവിച്ചത്? ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും, ജീവിതത്തിൽ ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതിയിട്ടില്ല സ്റ്റീവ് ജോബ്സ്. ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതിയിട്ടില്ല. എഴുതാത്ത ആള് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനിയുടെ സിഇഒ ആയി. ടെക്നോളജിസ്റ്റ് ആയിരുന്നില്ല ആൾ. ആളൊരു ഡിസൈനർ ആയിരുന്നു, ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? പുള്ളിക്കാരനെ സ്റ്റീവ് വോസ്നിയാക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ കണക്ഷൻ എടുത്തു. ഓക്കെ, ആ വോസ്നിയാക്കിന്റെ സ്കിൽ എടുത്തു. ആ സ്കിൽ എടുത്തിട്ട് പുള്ളിക്കാരൻ ഒരു കമ്പനിയിൽ 3 തരം ആൾക്കാരെ ഹയർ ചെയ്തു. ആദ്യത്തെ തരം ആൾക്കാർ എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റുകളാണ്. രണ്ടാമത്തെ തരം ആൾക്കാർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്തു. മൂന്നാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഡിസൈനേഴ്സിനെ ഹയർ ചെയ്തു. സ്റ്റീവ് ജോബ്സിന് മുമ്പ് ആരും ഡിസൈനേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റുകൾ, അതിൽ ഡിസൈനേഴ്സിന് ഇവരെ 3 പേരെ കൂടെ വെച്ചു. അപ്പൊ ബേസിക്കലി എന്ന് വെച്ചാൽ കുറുക്കനെ, കോഴിയെ, പശുവിനെ എല്ലാം ഒരു സ്ഥലത്ത് കയറ്റുന്ന പോലെയാണ് ഡിസൈനേഴ്സിനെ, എഞ്ചിനീയേഴ്സിനെ, സയന്റിസ്റ്റിനെ ഒരുമിച്ച് കയറ്റുന്നത്. സ്വന്തമായിട്ട് കഴിവുണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് കോഡ് ചെയ്യാൻ അറിയത്തില്ല. സ്വന്തമായിട്ട് സ്കില്ലുണ്ടോ? ഇല്ല. കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇയാളുടെ സ്കില്ലിന്റെ വാല്യൂ കാണാൻ സ്റ്റീവ് ജോബ്സിന് പറ്റി. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഹൊറിസോണ്ടലിയും ചെയ്തു. അതായത് എന്ന് വെച്ചാൽ ബേസിക്കലി പുള്ളിക്കുള്ള കണക്ഷൻ, വേറൊരാളുടെ സ്കില്ല്, ഓക്കെ, വേറൊരാളുടെ സ്കില്ല്, വേറൊരാളുടെ നോളജ്, ഇത് പുള്ളിക്കാരൻ ബോത്ത് ഡയറക്ഷനിലും ചെയ്തു. ഹൊറിസോണ്ടലിയും ചെയ്തു, വെർട്ടിക്കലിയും ചെയ്തു. അപ്പൊ ജോമെട്രിക്കലി പുള്ളിക്ക് കിട്ടി. അപ്പൊ പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളിക്ക് ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റി. എന്ത് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റി? ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റി. ആ സ്ക്വയറിനകത്ത് എന്തൊക്കെയാണുള്ളത്? ആ സ്ക്വയറിനകത്ത് ബേസിക്കലി സ്റ്റീവ് വോസ്നിയാക്ക് എന്ന് പറഞ്ഞ ആളുടെ സ്കില്ല്, പുള്ളിക്കാരന്റെ കണക്ഷൻ, ഈ സയന്റിസ്റ്റുകളുടെ നോളജ്, ഡിസൈനേഴ്സിന്റെ സ്കില്ല്, എഞ്ചിനീയേഴ്സിന്റെ സ്കില്ല്. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്കില്ലിന്റെയും നോളജിന്റെയും കണക്ഷൻസിന്റെയും കോമ്പിനേഷനിൽ ഒരു $1 ട്രില്യൺ കമ്പനി ഉണ്ടായി. ആ $1 ട്രില്യൺ കമ്പനിയാണ് നമ്മുടെ ഫ്രൂട്ട് കമ്പനി. ആ ഫ്രൂട്ട് കമ്പനി ഉണ്ടായത് എങ്ങനെയാണ്? ഹിഡൻ വെൽത്തിന്റെ പവർ നിങ്ങൾ കാണുന്നുണ്ടോ? എത്ര വലിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണുന്നുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇനി നിങ്ങളുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ വരെ ഇരുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ് പോയി ചെയ്യുന്നത്? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ അപ്പുറത്തോട്ട് വരാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓൾറൈറ്റ്, ഞാൻ തിരിച്ചെത്തി. ക്ലിയർ ആണോ? എങ്ങനെയാണ് സ്റ്റീവ് ജോബ്സ്, ഒരു പക്ഷേ ഞാൻ പറഞ്ഞ കുറെ പടങ്ങളെല്ലാം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ അയ്യോ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ബേസിക്കലി എന്ന് വെച്ചാൽ സ്കില്ലുണ്ട്, നോളജ് ഉണ്ട്, അതുപോലെ കണക്ഷൻ ഉണ്ട്. ഇതിനെ സൈഡിലോട്ട് വരച്ചു, മുകളിലോട്ട് വരച്ചു. നമ്മളെ സംബന്ധിച്ചോളം നമ്മളിങ്ങനെ പൂജ്യം വെട്ടി കളിക്കുകയല്ലേ, അങ്ങനെ പൂജ്യം വെട്ടി കളിക്കുന്ന പോലെ സൈഡിലോട്ടും വരച്ചു, നീളത്തിലും വരച്ചു, സൈഡിലോട്ടും വരച്ചു. മൊത്തം വരയ്ക്കുന്നതാണ് ജോമെട്രിക് പടം എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നീളമുണ്ട്, വീതിയുണ്ട്, ഘനമുണ്ട്, ഇതെല്ലാം കൂടെ കൂടിക്കുമ്പോൾ ജോമെട്രിക്കലായി. ഇതാണ് സ്റ്റീവ് ജോബ്സ് ചെയ്തത്. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ഷൻസ് ഇതാണ്. നിങ്ങളുടെ ഫിയറുകൾ പോയി കണ്ടുപിടിക്കുക. നിങ്ങളൊരു ഹാഫ് എ ഡസൻ ഫിയറുകൾ പോയി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഫിയറിനോട് പറയാം, നന്ദി, നീ ഇവിടെ വരെ നിന്നതിന്, ഇതുവരെ ചെയ്തതിനെല്ലാം നന്ദി, നിനക്ക് പോണമെങ്കിൽ പൊക്കോ എന്ന് പറയാ. ചെയ്യുവോ? ഇതുവരെ നിങ്ങൾ എത്തിയതല്ലേ, ചെയ്യുവോ? നെക്സ്റ്റ് 24 hours നിങ്ങൾ ചെയ്യണം. ചുമ്മാ പറഞ്ഞാൽ മാത്രം ചെയ്യണം. ഏതായാലും ഇവിടെ വരെ ഇരുന്നതല്ലേ, നമുക്ക് അതിൽ നിന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോയിക്കൂടെ അല്ലേ? ചെയ്യുവോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ എന്ന് എഴുതുക. ഐ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിൽ പവർ ആണ് നമ്മൾ പറയുന്നത്. ഐ വിൽ ഡു ഇറ്റ്. എന്റെ വിൽ പവർ ഞാൻ യൂസ് ചെയ്യും. ചെയ്യുവോ? അത് ജസ്റ്റ് പറയുള്ളൂ. നിങ്ങൾ പറയുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തില്ല. ചെയ്യുന്ന ആളാണ് നിങ്ങളോട് എത്തും. ചെയ്യുന്ന ആളാണോ പറയുന്ന ആളാണോ? ഡൂവർ എന്ന് എഴുതുക നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കണക്ഷൻസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക, സ്കിൽസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക, നോളജിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. കണക്ഷന്റെ ലിസ്റ്റ്, നോളജിന്റെ ലിസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏതാണെന്ന് കണ്ടുപിടിക്കുക. 7 ദിവസം എഴുതുക. 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം എഴുതിക്കൊള്ളുക. 7 ദിവസം എങ്കിലും എഴുതുക. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ഏതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ ഏതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളജ് ഏതാണ്, അതെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. സ്റ്റീവ് ജോബ്സ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ബോണസ് പോയിന്റിന് വേണ്ടി, ഇത് ബോണസ് പോയിന്റുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇത് കേട്ടാൽ മതി കേട്ടോ, സീരിയസ് ആണെങ്കിൽ മാത്രം. നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ അവരുടെ കണക്ഷൻസ്, അവരുടെ സ്കില്ല് അവരോടും പറയാം. നിങ്ങൾക്ക് വേണേൽ എഴുതാം, നിങ്ങൾക്ക് 2 പേർക്കും എഴുതാം. അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ സ്കില്ല്, അവരുടെ കണക്ഷൻ എന്താണെന്ന് എഴുതുക. ഇനി ഫൈനൽ അഡ്വാൻസ് ബോണസ് പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. സ്റ്റീവ് ജോബ്സ് ചെയ്ത പരിപാടി അത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാണ് ബില്യനേഴ്സിനെ ഉണ്ടാക്കുന്നത്. $1 ബില്യൺ കമ്പനികൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ സീക്രട്ട് ഇതാണ്. അവരിതൊക്കെ ആരും പറയാതെ തന്നെ അവർക്ക് മനസ്സിലായി. ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയാലും തീർച്ചയായിട്ടും അത് മതി.
നമുക്ക് അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചോളം ആളെന്താണ് ചെയ്തത്? സ്റ്റീവ് ജോബ്സ് ചെയ്തത് എന്താണ്? വേറെ ആൾക്കാരുടെ കണക്ഷൻ എടുത്തു, നമ്മുടെ കണക്ഷൻ എടുത്തു. വോസ്നിയാക്ക്, സ്റ്റീവ് വോസ്നിയാക്ക്, ആളുടെ സ്കിൽ എന്താണ്, ആളുടെ നോളജ് എന്താണ്, വേറെ ഒരു കണക്ഷൻ എടുത്തു, ആളുടെ നോളജ് എന്താണ്, ആളുടെ സ്കിൽ എന്താണ്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ വെൽത്ത്? വേറൊരാളെടുത്തു, ആളുടെ നോളജ് എന്താണ്, അവരുടെ സ്കിൽ, അതുകൊണ്ടൊന്നിനും കൊള്ളിയല്ല, വെറുതെ ഒരു യൂസ് ഇല്ലാത്ത ആളാണ്, ഓക്കെ ഫൈൻ. അങ്ങനെ വേറൊരാളെ എടുത്തു, ആ ആളുടെ ആ ആളുടെ കണക്ഷൻ എന്താണ്, ആ ആളുടെ നോളജ് എന്താണ്, സ്കിൽ എന്താണ്. ഇത് മൾട്ടിപ്ലൈ വരും. ക്ലിയർ ആണ്? ഒരു മഷ്റൂം പോലെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓക്കെ, ആ ഒരു പോയിന്റിൽ ബേസിക്കലി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള വെൽത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റുമായിട്ടും അൺലിമിറ്റഡ് ആയിട്ടുള്ള നോളജും അൺലിമിറ്റഡ് ആയിട്ടുള്ള കണക്ഷനുമായിട്ട് നിങ്ങൾക്ക് സിൻക്രണൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അവിടെ വരെ നിങ്ങൾ പോകണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അസൈൻമെന്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈ സെൽഫ് ഇമേജ് ആണ്. ആ സെൽഫ് ഇമേജ് കീപ്പ് ചെയ്യുമെന്ന് ഡിസൈഡ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഹിഡൻ വെൽത്ത് നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഹിഡൻ വെൽത്ത് എന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യുക, ഹിഡൻ വെൽത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ഇവിടെ വരെ എത്തി എന്നതുകൊണ്ട്. അതിനെ ഞാൻ ഡീപ്ലി റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ്സാണ് നാളെ അറിയപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ്സാണ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്. സീ നെക്സ്റ്റ് ടൈം.